എല്ലാവർക്കും നമസ്കാരം. ഓം മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. UK NSSലെ ഈ സത്സംഗത്തില് പങ്കെടുക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പന്റെ പേരിൽ സ്വാഗതം അരുളുന്നു, നമസ്കാരം ചെയ്യുന്നു. നമ്മളെല്ലാവരും ജീവിതത്തില് അന്വേഷിക്കുന്നത് എന്താ? രാപ്പകലില്ലാതെ രാവിലെ ഉറങ്ങണ വരെ, ജനിച്ചാ മരിക്കുന്നത് വരെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണ് പ്രവർത്തിക്കുന്നത്? നമുക്ക് ഭൗതിക ലോകത്ത് നിന്ന് പലതും കിട്ടാൻ വേണ്ടിയിട്ടാണ്. പണം വേണം, വീട് വേണം, കാറ് വേണം, കൂടുതൽ സുഖ സൗകര്യങ്ങൾ വേണം, പേര് വേണം, പ്രശസ്തി വേണം, അംഗീകാരം വേണം. ഇങ്ങനെ തുടങ്ങിയിട്ട് ആകാശത്തിന്റെ താഴെ എന്തൊക്കെയുണ്ടോ അതെല്ലാം വെട്ടിപ്പിടിക്കാൻ വേണ്ടി രാപ്പകലില്ലാതെ പരിശ്രമിക്കുകയാണ് എല്ലാവരും. ആക്ച്വലി ഇതിലൂടെ നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത്, എന്താ അന്വേഷിക്കുന്നത്? ശരിക്കും ഈ ലോകത്തിലുള്ള ദൃശ്യമായ ഈ പ്രപഞ്ചത്തിലെ വസ്തുവകകളോ പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ആണോ നമ്മൾക്ക് ശരിക്കും വേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മൾ അങ്ങനെ ഒന്നും ആലോചിക്കണില്ല. അപ്പൊ നമ്മളൊരു വസ്തു വേണമെന്ന് വിചാരിക്കണം. എന്തിനാ വസ്തുവിനെ ആഗ്രഹിക്കുന്നത്? ആ വസ്തു നമുക്ക് കിട്ടിയാൽ ആ വസ്തു നമുക്ക് സുഖം തരും എന്ന വിചാരം കൊണ്ടാണ്. വസ്തു ആവട്ടെ, വ്യക്തി ആവട്ടെ, പൊസിഷൻ ആവട്ടെ, എന്താവട്ടെ, എന്തിനെ നമ്മൾ ആഗ്രഹിക്കുന്നത്? എന്തിനു വേണ്ടി? സുഖം കിട്ടാൻ വേണ്ടിയാ. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ വിചാരം എന്താണ്? ഞാനിപ്പോ ദുഃഖിയാകുന്നു. നമ്മുടെ ഉള്ളിൽ ഒരു അപൂർണതാബോധം അത് നിഴലിക്കുന്നു. ആ അപൂർണതാബോധത്തിന്റെ പ്രകടനമാണ് അതൊന്ന് പുറത്തു കിടക്കാൻ, പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹം ഇങ്ങനെ പലത് രൂപത്തിൽ പ്രകടമാവുന്നത്. പലതും നമ്മൾ നേടുന്നു, അനുഭവിക്കുന്നു. പണത്തിന് വേണ്ടി ആരും പണത്തിനെ ആഗ്രഹിക്കണില്ല. പിന്നെയോ പണം കൊണ്ട് നമുക്ക് പല വസ്തുക്കളും, ആഗ്രഹിക്കുന്ന വസ്തുക്കൾ നേടാം. അതൊക്കെ അനുഭവിക്കുമ്പോൾ അതുകൊണ്ട് സുഖവും ശാന്തിയും സമാധാനവും കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ്. ശരിയല്ലേ? എല്ലാവരെയും ശ്രമം ഇതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ജാതിയില്ല, മതമില്ല, നാഷണാലിറ്റി ഇല്ല, എല്ലാവരും. വേറൊരു ഭാഷയിൽ പറഞ്ഞ ദുഃഖം ആർക്കും വേണ്ട, സുഖം വേണം താൻ. പക്ഷെ കുറച്ചു നേരത്തേക്ക് സുഖം മതിയോ? പോരാ. എപ്പോഴും സുഖമായിരിക്കണം, അല്ലേ? ശാശ്വതമായ സുഖം, നിത്യാനന്ദം, പരമാനന്ദം എന്നൊക്കെ നമുക്ക് അതിന് പറയാം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾ അതിനുവേണ്ടി സമീപിക്കുന്ന, ആശ്രയിക്കുന്ന വസ്തുക്കൾ എങ്ങനെയുള്ളതാ? ഈ പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുവാണ് നിത്യമായതും ശാശ്വതമായതും? ആലോചിച്ച് നോക്കൂ. എല്ലാം കാലദേശങ്ങളുടെ ഉള്ളിൽ ഉണ്ടായി മറയണതാ, അല്ലെ? കാലദേശങ്ങളുടെ ഉള്ളിലാണ് ഈ പ്രപഞ്ചമേ ഉണ്ടാകുന്നത്. ആ കാലദേശങ്ങളുടെ ഉള്ളിലെ വസ്തുക്കളൊക്കെ സബ്ജക്ട് ടു ചേഞ്ച് ആൻഡ് മോഡിഫിക്കേഷൻ. അങ്ങനെ മാറ്റത്തിന് വിധേയമായ വസ്തുക്കളൊക്കെ ലിമിറ്റഡ് ആണ്, അതൊക്കെ ഫൈനൈറ്റ് ആണ്. നമുക്ക് വേണ്ടത് എന്താ? അൺലിമിറ്റഡ് ഹാപ്പിനെസ് ആണ്, ഇൻഫിനിറ്റ് ഹാപ്പിനെസ് ആണ്, അല്ലെ? അത് ഫൈനൈറ്റ് ആയ, ലിമിറ്റഡ് ആയ വേൾഡിൽ നിന്നോ വേൾഡ്ലി ഒബ്ജക്റ്റിൽ നിന്നോ കിട്ടാൻ പറ്റുമോ? നമ്മളൊന്നും ആലോചിക്കാതെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോലും നമുക്ക് സാധിക്കുന്നത് ഇങ്ങനെയുള്ള സത്സംഗത്തിലൊക്കെ വന്നാലേ. നമ്മളെ ആരെങ്കിലും ചിന്തിപ്പിക്കണം. പക്ഷെ ഒന്നും ഉറപ്പാണ്, ദുഃഖം ആർക്കും വേണ്ട. ദുഃഖം നമുക്ക് ഭാരമാണ്. സുഖമാകുമ്പോഴോ സുഖമാണ്. സുഖത്തിൽ നമ്മൾ അത് ഈസാണ്, മറ്റത് ഡിസീസാണ്. ദുഃഖത്തെ നീക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം, സുഖത്തെ നേടാൻ വേണ്ടി പരിശ്രമിക്കണം. അപ്പൊ ദുഃഖം നമ്മുടെ നേച്ചർ ആയിരുന്നെങ്കിൽ നമുക്കതൊരു ഭാരമാവില്ല, നമ്മളതിനെ നീക്കാൻ ശ്രമിക്കില്ല. സുഖം നമ്മുടെ നേച്ചർ ആയതുകൊണ്ടാണ് നമുക്ക് അത് വേണമെന്ന് ആഗ്രഹമുള്ളത്. അപ്പൊ ബാഹ്യമായ വസ്തുക്കളുടെ സ്വഭാവം എന്താണ്? മാറുന്നതാണ്, പരിമിതങ്ങളാണ്, ക്ഷണികങ്ങളാണ്, നശ്വരങ്ങളാണ്.
അതുകൊണ്ട് തന്നെ അതൊക്കെ നേടി നമ്മൾ അനുഭവിക്കുമ്പോ എല്ലാ പരിതസ്ഥിതികൾക്ക് അനുകൂലമായി വരണം അല്ലേ? അപ്പൊ നമുക്ക് കിട്ടുന്ന എത്ര സുഖമുണ്ട്? എല്ലാം അനുകൂലമായാൽ തന്നെ കുറച്ചു നേരത്തേക്ക്, അടുത്ത നിമിഷം കഴിയും. ഭഗവാൻ പറയും, ഗീതയിൽ പറയും, ആദ്യന്തവന്ത കൗന്ദേയ, ആദിയും അവസാനം ഉള്ളതാണ് എല്ലാ എൻജോയ്മെന്റും. ശരിയല്ലേ? തുടക്കമുണ്ട്, അതിന് ഒടുക്കമുണ്ട്. അപ്പൊ അതിന്റെ സ്വഭാവം എന്താവും? അത് കഴിയുമ്പോ സുഖം അനുഭവിക്കുന്ന ആ ഇത്തിരി നേരത്ത്, കുറച്ചു നേരത്തേക്ക് ഒരു സന്തോഷം, ഒരു സുഖം, ഒരു പ്ലഷർ. അതിന് മുമ്പ് ദുഃഖം, അത് കഴിഞ്ഞാലും ദുഃഖം. തീർന്നു പോലോ എന്നുള്ള ദുഃഖമാണ് അനുഭവിക്കുമ്പോ. ആദ്യന്തവന്ത കൗന്ദേയ എന്ന ഭഗവാൻ പറഞ്ഞു. ആദ്യം അന്തമുള്ള എന്തുണ്ടോ അതൊക്കെ നാശമുള്ളതാണ്. അതൊക്കെ ശാശ്വതമായ സുഖത്തെ തരാൻ കഴിയുന്നതല്ല. താൽക്കാലികമായ സുഖ സന്തോഷം സമാധാനമൊക്കെ തരില്ല എന്ന് പറയണില്ല. നല്ലൊരു സ്വീറ്റ് കഴിക്കുമ്പോഴോ, നല്ലൊരു ഐസ്ക്രീം കഴിക്കുമ്പോഴോ, നല്ലൊരു പിക്ചർ കാണുമ്പോഴോ, നമുക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ കാണുമ്പോഴോ കുറച്ചു നേരത്തേക്ക് ഉണ്ടാവും. പക്ഷേ ശാശ്വതമല്ലല്ലോ അത്. ശാശ്വതമായത് എന്താണെന്ന് നമ്മൾ അന്വേഷിക്കണില്ല. ശാശ്വതമല്ല ഈ ലോകം, ശാശ്വതമല്ല നമ്മുടെ ഈ ശരീരവും, നമ്മുടെ ചിന്തകളോ. ഈ ശരീരം നിരന്തരം മാറിക്കൊണ്ടിരിക്കണു, ഈ ദൃശ്യമായ പ്രപഞ്ചവും നിരന്തരം മാറിക്കൊണ്ടിരിക്കണു. നമ്മുടെ ചിന്തകള്, നമ്മുടെ അനുഭവങ്ങള്, അവർ ഫീലിങ്സ്, ഇമോഷൻസ്, തോട്ട്സ് എല്ലാം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നതാ അല്ലേ? ഈ മാറിക്കൊണ്ടിരിക്കുന്ന നശ്വരമായ, താൽക്കാലികങ്ങളായ, ക്ഷണികങ്ങളായ ഇവയിലൊക്കെ സത്യബുദ്ധി വെച്ചുകൊണ്ട് ഇതൊക്കെ എന്നെ ശാശ്വതമായ സുഖവും സന്തോഷവും തന്ന് എന്നെ തൃപ്തിപ്പെടുത്തും എന്ന വിശ്വാസത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭഗവാൻ പറയണു, ഇതിന്റെ കാരണം അജ്ഞാനമാണ് അത്രേ. മൂല കാരണം, അടിസ്ഥാന കാരണം എന്താണ്? അറിവില്ലായ്മ എന്നാണ്. എന്തിനെ കുറിച്ചുള്ള അറിവില്ലായ്മ? നമ്മളെ കുറിച്ചിട്ടുള്ള അറിവില്ലായ്മ. ആരാണ് യഥാർത്ഥ ഞാൻ? അവനവനെ കുറിച്ച്, അവനവന്റെ സ്വസ്വരൂപത്തെ കുറിച്ച്, അവർ ഓൺ ട്രൂ നേച്ചറിനെ കുറിച്ചിട്ടുള്ള അറിവില്ലായ്മ. എന്തുകൊണ്ടെന്നാൽ ഭഗവാൻ പറയണു, ഭഗവാനല്ല ശാസ്ത്രങ്ങളൊക്കെ പറയണു, അത് വെറുതെ പറയണതല്ല, അതിന് യുക്തിയുമുണ്ട്, നമ്മുടെ അനുഭവമുണ്ട്. നമ്മൾ ഓരോരുത്തരും ഈ ബാഹ്യലോകവുമായി ബന്ധപ്പെടുന്നു സുഖത്തിന് വേണ്ടി എപ്പോ? ഉണർന്നിരിക്കുന്ന സമയത്ത്. എന്നാൽ ഈ പ്രപഞ്ചത്തെ നമ്മൾ ഡിസ്കണക്ട് ചെയ്തു. പ്രപഞ്ചവുമായി യാതൊരു ബന്ധവുമില്ല, ഒന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല, അനുഭവിക്കുന്നില്ല, ഒന്നുമില്ല. ഇരുന്ന് പൂർണ്ണമായി നാം വിഡ്രോ ചെയ്യുന്ന ഗാഠനിദ്രയില്, ഡീപ് സ്ലീപ്പ്. ആ ഉറക്കത്തിൽ ഓരോരുത്തരും എത്ര സുഖം അനുഭവിക്കണത് നമ്മുടെയൊക്കെ അനുഭവമല്ലേ? ഇതിന് ശാസ്ത്രമൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ദിവസവും ആർക്കെങ്കിലും ഉറക്കം ദുഃഖമാണ്? അല്ല. ആ ഉറക്കത്തിൽ അനുഭവിക്കുന്ന ആ ഡീപ്പ്, എന്താ പറയാ, ഇന്റൻസ് ഹാപ്പിനെസ്, അതിന് തുല്യമാണ് ഉണർന്ന് ഇരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന എന്ത് ഭോഗങ്ങളിലൂടെ കിട്ടുന്നതായാലും, എന്ത് എൻജോയ്മെന്റിലൂടെ കിട്ടുന്നതായാലും. അവിടെ ചോദ്യം, ഉറക്കത്തിൽ നമ്മൾ മാത്രമായിരിക്കുക, നമ്മൾ ബാക്കി ലോകത്തു നിന്ന് പൂർണ്ണമായും വിഡ്രോ ചെയ്തു. ചിന്തകളെല്ലാം അസ്തമിച്ചു, ചിന്തകളെല്ലാം കെട്ടടങ്ങി. ഈ ബാഹ്യ ലോകവുമില്ല, അതിനോട് ബന്ധപ്പെടുന്ന ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നില്ല, മനസ്സും പ്രവർത്തിക്കുന്നില്ല, ബുദ്ധിയും പ്രവർത്തിക്കുന്നില്ല. പക്ഷേ ഇതൊന്നും പ്രവർത്തിക്കുന്നതിന്റെയൊക്കെ ആബ്സെൻസിനെ, അഭാവത്തെ കണ്ടുകൊണ്ട്, അറിഞ്ഞുകൊണ്ട് ഞാൻ ഉണ്ട് അല്ലേ? ഞാൻ മാത്രമായിരിക്കുന്ന ആ അവസ്ഥയില് ആർക്കെങ്കിലും ദുഃഖമുണ്ടോ? സ്വപ്നം കാണുമ്പോൾ ദുഃഖം ഉണ്ടാവും. സ്വപ്നമില്ലാത്ത ഉറക്കത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഗാഠനിദ്രയില് സുഖം എവിടുന്ന് വന്നു? ഒരു പക്ഷി രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ പറന്നു പോവാണ് നാനാഭാഗത്തേക്ക്, തീറ്റ അന്വേഷിച്ചുകൊണ്ട്. പലയിടത്തും പറന്നുപോയി അവസാനം രാത്രി അതിന്റെ കൂട്ടിൽ വന്ന് മുളയും കണക്കെ മനസ്സ് പറന്നു നടക്കുകയാണ് കിളിയെ മാതിരി. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ 5 ഇന്ദ്രിയ വിഷയങ്ങളുടെ പുറകെ ശാന്തി, സുഖം, സമാധാനം, സന്തോഷം അന്വേഷിച്ചുകൊണ്ട് പറന്നു നടക്കുക ലോകത്തിൽ മുഴുവനും. ആ മനസ്സ് അവിടെ നിന്നൊക്കെ ക്ഷീണിച്ച് പൂർണ്ണമായും വന്ന് അടങ്ങി അതിന്റെ ഉറവിടത്തില്. അപ്പോഴോ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ശാന്തിയുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, സുഖമുണ്ട്. ഈ സുഖം പുറത്തു നിന്നോ അകത്തു നിന്നോ? ചിന്തിക്കേണ്ട വിഷയം. പുറത്തുനിന്നല്ല, കാരണം പുറത്ത് ഒരു വസ്തുവില്ല. നമ്മൾ കണ്ണടച്ച് കിടക്കണു, കണ്ണടച്ച് കിടന്ന മനസ്സ് പലരെയും സൃഷ്ടിക്കുന്ന സ്വപ്നമുണ്ട്, ആ സ്വപ്നവും ഇല്ല, മനസ്സും ഇല്ല, മനസ്സും അടങ്ങി. ആ സുഖം ഉള്ളിൽ നിന്നല്ലേ വന്നത്. മാത്രമല്ല പകൽ സമയത്ത് നമ്മൾ ടയർഡായിട്ട് വന്ന് കിടന്നുറങ്ങി, രാത്രിയിലോ ഉറങ്ങി എണീക്കുമ്പോഴോ ഫുൾ ചാർജ്, മൊബൈൽ ചാർജ് ചെയ്ത മാതിരി ഫുൾ ചാർജോടെ വരുന്നത്. എന്താ എനർജിയില്ലേ?
ഓരോ ദിവസം രാവിലെ എണീക്കണം ഫ്രഷ് ആയിട്ടാണ് നമ്മള്, ഒരു ന്യൂ ഡേ ആണ്. ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഉള്ളിലല്ലേ ഉള്ളത്, പക്ഷെ നമ്മളിത് അറിയണ്ടോ? അപ്പൊ ഈ സുഖത്തിന്റെ സോഴ്സ് നമ്മൾ ഓരോരുത്തരും നമ്മൾ തന്നെയാണുള്ളത്. അപ്പൊ നമ്മൾ അന്വേഷിക്കുന്നത്, ജീവിതത്തിൽ അന്വേഷിക്കുന്നത് വെളിയിലല്ല, അത് നമ്മളിൽ തന്നെയാണ്, നമ്മുടെ തന്നെ സ്വരൂപമാണ്. അപ്പൊ ആ നമ്മളെ എങ്ങനെയുള്ളവരാ? ആ നമ്മളായിട്ട് സ്വരൂപം, അത് നമ്മളാരാ? ഈ ശരീരം എന്നല്ലേ ഇപ്പൊ നമ്മുടെ ധാരണ. ഈ ശരീരമാണ് ഞാനെന്ന് വിചാരിക്കണോ? ഈ ശരീരത്തോട് ബന്ധപ്പെട്ടവരിലൊക്കെ എന്റെ എന്നുള്ളതായ വിചാരം വരണോ? അങ്ങനെ അതിന് അഹന്ത മമതകള്, ഐ ആൻഡ് മൈ എന്നുള്ള ഭാവ പറയാ. അങ്ങനെ വരുമ്പോഴോ ഈ ശരീരം കൊണ്ട് ചെയ്യണമൊക്കെ ഞാൻ ചെയ്യണു, ഇതിന് വരണമൊക്കെ എനിക്ക് വന്ന് ചെയ്യുന്നു. ആ ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ ഡുവർഷിപ്പ്, സെൻസ് ഓഫ് ഡുവർഷിപ്പ്, ഞാൻ കർത്താവ്, ഞാൻ അതിന്റെ ഫലങ്ങൾ അനുഭവിക്കുന്നവൻ, ഞാൻ സുഖി, ഞാൻ ദുഃഖി എന്ന തെറ്റിദ്ധാരണ വരും. ഉറങ്ങണ സമയത്ത് ഞാൻ ആണാണോ, ഞാൻ പെണ്ണാണോ, ഞാൻ ഭാര്യയാണോ? കിടക്കണവരെ ഉണ്ടാവും, ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങണ്ടാവും. ഉറക്കത്തിൽ ഉറങ്ങി കഴിയുന്ന സമയത്ത്, ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഭാര്യയാണോ ഭർത്താവാണോ, ഇന്ത്യനാണോ ഫോറിനറാണോ, കറുത്തവനാണോ വെളുത്തവനാണോ, പഠിച്ചവനാണോ മെലിഞ്ഞവനാണോ, പഠിച്ചവനാണോ പാമരനാണോ? ആരാ നമ്മള്? ഭരിക്കുന്നവനാണോ ഭരണീയനാണോ ഭരിക്കപ്പെടുന്നവനാണോ? ചിന്തിച്ചു നോക്കൂ. ഈ എല്ലാ അഡ്ജക്റ്റീവ്സും, ഈ വിശേഷണങ്ങളൊന്നുമില്ല, ഒക്കെ അഴിച്ചു വെച്ചു. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ഒരു ഞാനില്ലേ? ആരാ ആ ഞാനാരാ? ഹൂ ആം ഐ? ഇതാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ നമ്മളെ അവിടെ ചോദിക്കുന്നത്. ഈ അറിവാണ് ഭഗവത്ഗീത നമുക്ക് തരുന്നത്. ഈ അറിവില്ലാത്തതിന്റെ ഫലമായിട്ടാണ് അർജുനൻ ഇത്ര വലിയ വില്ലാളി വീരൻ. അത് കഥാരൂപത്തിൽ പറയുമ്പോൾ വെറും അബ്സ്ട്രാക്ട് ആവില്ല, നമുക്ക് കുറച്ചും കൂടി അതുമായിട്ട് അതിനോട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. അതിന് മഹാഭാരതം എന്ന പശ്ചാത്തലത്തില് വേദവ്യാസ മഹർഷി നമുക്ക് ഒരുക്കി തന്നിരിക്കുക. വില്ലാളി വീരനായ അർജുനൻ ദ്രോണ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്കോടെ പാസ്സായ ആള്. താൻ ഈശ്വരാനുഗ്രഹം കൊണ്ട് താൻ ഏതേത് രംഗങ്ങളിൽ കൈവച്ചോ അതെല്ലാം വിജയം നേടിയത് കൊണ്ട് വിജയൻ എന്ന ലോകപ്രഖ്യാതനായ ആള്. ശ്രീപരമേശ്വരനെ പോലും യുദ്ധത്തിൽ പരമസന്തുഷ്ടനാക്കിയിട്ട് പാശുപതാസ്ത്രം നേടിയ ആള്. ദേവന്മാർക്ക് പേടിസ്വപ്നമായിരുന്ന നിവാതകവച കാലകേയന്മാരുന്ന അസുരന്മാരെ സ്വർഗത്തിൽ പോയി കൊന്നു ജയിച്ച് ഇന്ദ്രന്റെ അർത്ഥാസനം നേടിയ ആള്. സാധാരണ ഓർഡിനറി ഫെല്ലോ അല്ല അർജുനൻ. എല്ലാ ഭൗതികമായ അറിവും കഴിവും എല്ലാം ഉള്ള അത്ര സമുന്നതനായ ഒരു വ്യക്തിത്വം. ആ അർജുനൻ തന്റെ കർമ്മരംഗത്ത് തന്റെ ജീവിതത്തിലെ പ്രധാനമായ ദൗത്യം നിർവഹിക്കേണ്ടി വന്ന ആ ഭാരത യുദ്ധത്തിന്റെ ആ രംഗത്ത് അതിന്റെ ആരംഭത്തില് ഭീഷ്മദ്രോണാദികളെ കണ്ട് സംഭ്രമിച്ച് പരിഭ്രമിച്ച് തളർന്നു വീഴുക, തകർന്നു പോവുക, അസ്ത്രങ്ങളൊക്കെ കയ്യിൽ താഴെ വീണു പോവുക, തല കറങ്ങുക, വേർത്തു കുളിക്കുക, യുദ്ധം പാപമാണെന്ന് തെറ്റിദ്ധരിക്കുക. ഇതാണ് ഭഗവത്ഗീതയുടെ പശ്ചാത്തലത്തെ ആദ്യം നമുക്ക് കാണിച്ചു തരുന്നത്. എന്തുകൊണ്ട് അർജുനൻ ഇങ്ങനെ സംഭവിച്ചു? ഈ അർജുനൻ നമ്മളെ ഓരോരുത്തരും, അത് ശങ്കര ഭഗവത്പാദൻ ഗീതയ്ക്ക് ഭാഷ്യം എഴുതുമ്പോൾ പറയും, അർജുനൻ ഒരു നിമിത്തം. അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് ലോകത്തിന് മുഴുവനാണ് ഭഗവാൻ ഗീത ഉപദേശിച്ചത്. കാരണം ഈ അർജുന ഗുരുതൻ ചിന്മയാന സ്വാമി പറയും, അർജുന ഡിസീസ്, ഇതൊരു ഡിസീസാണ് നമുക്കൊക്കെ വരുന്നതാ. ആ ഡിസീസിനുള്ള കൃഷ്ണന്റെ ചികിത്സയാണ് അത്രേ ഗീതോപദേശം. അവിടെ എന്താ സൂക്ഷ്മമായി അനലൈസ് ചെയ്ത അർജുനൻ എന്ത് പറ്റി? ഭീഷ്മദ്രോണാദികള്, അയ്യോ എന്റെ ബന്ധുക്കളെ, എന്റെ ചാച്ചക്കാര് വേച്ചക്കാര് ഗുരുജനങ്ങള്, അവരോടുള്ള മമത, അറ്റാച്ച്മെന്റ്. ഡ്യൂ ടു അറ്റാച്ച്മെന്റ് ടു ദ്രോണ ആൻഡ് ഭീഷ്മ, he couldn't perform his duty properly. സ്വധർമ്മം, കർത്തവ്യം വേണ്ട പോലെ ചെയ്യാൻ അർജുനൻ കഴിവില്ലാത്തവനായി. അതിനെന്താ കാരണം? അർജുനന്റെ ഉള്ളിൽ ഞാൻ കർത്താവാണ്, ഭക്താവാണ്, ഞാൻ ഇവരെ കൊല്ലുന്നു, പാപം എനിക്ക് വന്നു ചേരും എന്നുള്ള ധാരണ, ഇവരെന്റെ ആൾക്കാര് എന്നുള്ള വിചാരം ഇതുണ്ടായി. ഇതിനെന്താ കാരണം? ഇതിന്റെ മൂലകാരനാണ് പറയുന്നത് അജ്ഞാനം. എന്താ ജ്ഞാനം? താനാരെന്ന് ശരിക്കും അറിഞ്ഞിരുന്നുവെങ്കിൽ കാര്യങ്ങളൊക്കെ ഭംഗി നടത്താൻ പറ്റിയേനെ. കൃഷ്ണന് സമൂഹദ്രോഹിയായ കംസനെ കൊല്ലാൻ യാതൊരു പരിഭ്രമം ഉണ്ടായില്ല, മടിയുണ്ടായില്ല. സ്വന്തം അമ്മാവനല്ലേ അല്ലേ? അധർമ്മം ചെയ്യുന്ന ആൾക്കാരുടെ സന്ധിയില്ല സമരം. അതാണ് കൃഷ്ണന്റെ പ്രിൻസിപ്പിൾ. കംസൻ അധർമ്മിയായിരുന്നു, ദുഷ്ടനായിരുന്നു.
അതുകൊണ്ട് അദ്ദേഹനെ കൊല്ലണ്ട് ഒന്ന് കൊന്നു. അത് മടിയില്ല, മടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഭീഷ്മദ്രോണാദികളൊക്കെ അധർമ്മത്തിന്റെ ഭാഗത്ത് നിൽക്കുകയാണ്. ഇവിടെ യുദ്ധം ധർമ്മവും അധർമ്മവും തമ്മിലാണ്. താൻ ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്നവനാണ്, സമൂഹത്തിൽ ധർമ്മത്തെ സംരക്ഷിക്കാൻ കടപ്പെട്ടവനാണ്. യുദ്ധക്കളത്തില് രണ്ട് സൈന്യങ്ങൾ ഏറ്റുമുട്ടാൻ നിൽക്കണു. അവിടെ നിൽക്കുന്ന ഒരു യോദ്ധാവിന് പരസൈന്യത്തിൽ നിൽക്കുന്ന ശത്രുസൈന്യത്തിൽ നിൽക്കുന്ന ആൾക്കാർക്കോട് അയ്യോ അവര് നമ്മളെ ഇന്ത്യ വിഭജനത്തിൽ പണ്ട് ഇവിടുന്ന് ഓടിപ്പോയവരാണ്, നമ്മുടെ ചേഷക്കാരാണ്, ബന്ധുക്കളാണ്, റിലേറ്റീവ്സ് ആണെന്ന കാരുണ്യം തോന്നിയാൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ സ്ഥിതി എന്താവും? ഇതൊരു യോദ്ധാവിന്, ഒരു ക്ഷത്രിയന് പറഞ്ഞിട്ടുള്ളതല്ല ആണോ? എന്തുകൊണ്ട് ഇത്തരം മമതാബന്ധത്തിൽ പെടുന്നു? ആ മമതയാണ് ദുഃഖത്തിന് കാരണം, മമതയ്ക്ക് കാരണം, അറ്റാച്ച്മെന്റിന് കാരണം അഹന്തയാണ്. എന്തിനാണ് അഹന്ത? ഞാൻ ഈ ദേഹമാണ് എന്ന വിചാരം. ഈ ദേഹമാണോ നമ്മള്? കൃഷ്ണ ഭഗവാൻ ഇനി ചിന്തിപ്പിക്കുകയാണ് നമ്മളെ കൊണ്ട്. ഗീതോപദേശത്തിലൂടെ ഭഗവാൻ അർജുനനെ കൊണ്ട് ചിന്തിക്കുന്നു, അർജുന ഈ ദേഹമോ നീയ്? ഈ ദേഹം ദൃശ്യമല്ലേ? ദേഹം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതല്ലേ? ഈ ദേഹത്തിന്റെ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം ഇത്യാദി അവസ്ഥകൾ എടുത്തു നോക്കൂ. ഈ ശരീരം എപ്പോഴും ഒരുപോലെ ഇരുന്നിട്ടുണ്ടോ? ഇല്ല. ഇത് കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ്. ആരാ ഈ ചേഞ്ചിനെ അറിയണേ? ഈ ശരീരത്തിന്റെ മാറ്റത്തെ ആരാ അറിയണേ? നീ അറിയുന്നില്ലേ ശരീരത്തെ? നമ്മൾ ഓരോരുത്തരും നമ്മുടെ ബോഡിയുടെ ചേഞ്ചിനെ അറിയുന്നില്ലേ? അറിയുന്നല്ലോ. അപ്പോ എന്റെ അറിവിന് വിഷയമാണ് ഈ ശരീരമെങ്കിൽ, ബോഡി ഈസ് ആൻ ഒബ്ജക്ട് ഓഫ് മൈ അവയർനെസ്. ഐ ആം ദാറ്റ് അവയർനെസ്, ദാറ്റ് കോൺഷ്യസ്നെസ്. ബോഡിയോ എന്റെ ഒബ്ജക്റ്റ് ആണ്, ഇത് ദൃശ്യമാണ്, ഞാൻ ദ്രഷ്ടാവാണ്. ഇനി ഈ ശരീരമോ ജഡമാണ്, ഇനർട്ടാണ്, ഇൻസെൻഷ്യന്റ് ആണ്. ഞാനോ ജഡമായ ഒന്നിന് അറിയാൻ കഴിയുമോ? സ്വയം അറിയാനോ മറ്റൊന്നിനെ അറിയാനോ സാധിക്കുമോ? കഴിയില്ല. ചൈതന്യധർമ്മമാണ് അറിയല്. ഞാൻ ഈ ശരീരത്തെ അറിയുന്നു എന്നതുകൊണ്ട് ഞാൻ ജഡല്ല. നമുക്ക് ആർക്കെങ്കിലും സമ്മതിക്കാൻ പറ്റുമോ? ഞാൻ ഇനർട്ട് ഒരു എന്താ പറയാ, ഒരു മരക്കഷ്ണം പോലെ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പീസ് പോലെ ആണ് ഞാൻ. ഞാനുണ്ട്, അയാം എന്ന് നമുക്ക് എല്ലാവർക്കും അനുഭവം അല്ലയോ? ഒരു ശാസ്ത്രമല്ല അത്. അയാം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറയുന്നത് ഞാനുണ്ട് എന്ന്. ഐ എക്സിസ്റ്റ്. ഹൗ ഡു യു നോ യു ആർ എക്സിസ്റ്റിംഗ്? യുവർ എക്സിസ്റ്റൻസ് ബിക്കോസ് ഐ ആം അവെയർ. ഇസിറ്റ്? ഞാനുണ്ടെന്ന് ഞാൻ അറിയാം, എനിക്കറിയാം. അതിന്റെ അർത്ഥം എന്താ? ഞാൻ ജഡമല്ല, ഞാൻ ചേതനനാണ്. ഐ ആം ദ നേച്ചർ ഓഫ് കോൺഷ്യസ്നെസ്. ഐ ആം നോട്ട് ഇനേർട്ട്, ഇൻസെൻഷ്യന്റ് ലൈക്ക് ബോഡി. Body object, I am subject. Body is seen, I am the seer. Body is inner, I am sentient. And body is subject to change and modification. I am changeless. അല്ലേ? ശരീരത്തിന്റെ മാറ്റം അറിയണമെങ്കിൽ, in order to know the changes, the knower must be changeless or not. മാറ്റങ്ങളെ അറിയുന്നവൻ മാറാത്തവനുണ്ട്. നമ്മുടെ അനുഭവമല്ലേ ഇതൊക്കെ മാറണമെന്ന്. ഈ ശരീരം മാറുന്നത് നിരന്തരം മാറ്റത്തിന് വിധേയമാണ്. ഇനി നോക്കൂ, നമ്മുടെ ഒരു ജന്മത്തിലെ ശരീരം എടുത്തു നോക്കൂ. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തരപ്രാപ്തി ധീരഃ തത്ര ന മുഹ്യതി. ഭഗവാൻ ഓർമ്മിപ്പിക്കണു. നിങ്ങൾ അനലൈസ് ചെയ്തു ഭഗവാൻ പഠിപ്പിക്കുക. സയന്റിസ്റ്റിനെ മാതിരി നിങ്ങളുടെ ഒരു ഹ്യൂമൻ ബോഡിയുടെ അവസ്ഥ എടുത്തു നോക്ക്. ഈ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നത് ഈ ശരീരം ഇങ്ങനെയായിരുന്നു. ഇപ്പൊ വയസ്സായ സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ ഘടന നോക്കൂ. നമ്മുടെ ആ കുട്ടിക്കാലം മുതലുള്ള ഫോട്ടോ ഒക്കെ നിരത്തി വെച്ച് നോക്കൂ. ഇതൊക്കെ ഞാൻ തന്നെയാ അല്ലേ? എന്റെ ഞാൻ ജനിച്ച മാസം ഉള്ളതാണ്, 28 പേരിട്ടപ്പോഴതാണ്, ഇത് 6ാം മാസത്തെയാണ്, 1 വയസ്സിലുള്ളപ്പോഴാണ്, 2 വയസ്സിലുള്ളപ്പോഴാണ്, ഇങ്ങനെ ആ ശരീരം ഇതൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും ഇതൊക്കെ എന്റെയാണ് അല്ലേ? പക്ഷെ ആ ശരീരം മാറിയില്ലേ? ശരീരത്തിൽ മാറ്റം ഉണ്ടായി, നാശം ഉണ്ടായി, മരണം ഉണ്ടായി. മാറ്റമാണ് മരണം. ചേഞ്ച് ചെയ്യാത്തതിന് നാശമില്ലല്ലോ. അപ്പൊ ഈ ശരീരത്തിന്റെ മാറ്റത്തിൽ നമ്മൾ ആരെങ്കിലും മാറിയോ? ബാല്യം മരിച്ചിട്ടല്ലേ കൗമാരം ജനിച്ചത്. കൗമാരം മരിക്കാതെ യുവാവ് ജനിക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കൂ. പക്ഷെ ആ മാറ്റത്തിൽ നമ്മൾ ആരെങ്കിലും സങ്കടപ്പെട്ടോ, ദുഃഖിച്ചോ? നേരെ മറിച്ച് ഒരു കുട്ടി ജനിച്ചിട്ട് ആ കുട്ടി കവഴാതിരുന്നു, കവഴുന്ന കുട്ടി എണീക്കാണ്ടിരുന്നു, നടക്കാണ്ടിരുന്നു, അച്ഛനമ്മമാർക്ക് ദുഃഖല്ലേ? എന്താ കാരണം? ഈ ചേഞ്ച് നമ്മൾ ആഗ്രഹിക്കണു അല്ലേ? പക്ഷേ അതേ സമയത്ത് ഇതിനെ നമ്മൾ ഭയപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ ശരീരത്തിന്റെ ഈ മാറ്റത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ബോധസ്വരൂപിയായ ആത്മാവാണ് നാം. ആത്മാവെന്ന് കേൾക്കുമ്പോൾ നമ്മളെന്താ പൊതുവെ ആൾക്കാർ ധരിക്കുന്നത്? ഈ ശരീരത്തിന്റെ ഉള്ളില് മിന്നാമിനിങ് പോലെ ശരീരത്തിന്റെ ഉള്ളില് എവിടെ ഒരു ആത്മാവ് എവിടെ ഇരിക്കേണ്ടെന്ന അങ്ങനെ നമ്മൾ പലപ്പോഴും ധരിക്കണേ. മനസ്സിലായില്ലേ? ആത്മാവ് വാക്കിന്റെ അർത്ഥം
ബോധം എന്നർത്ഥം, അവയർനെസ് എന്നർത്ഥം. ഈ ശരീരത്തെ അറിയുന്ന ബോധമാണ്. ആ ബോധവും ഞാനും തമ്മിൽ എന്ത് ബന്ധം? ഞാനല്ലേ ഈ ശരീരത്തെ ബോധിക്കുന്നത്, ഞാനല്ലേ ശരീരത്തെ അവയറാകുന്നത്, ഞാനല്ലേ ശരീരത്തെ കുറിച്ച് കോൺഷ്യസ് ആവണത്. അപ്പോ ഞാൻ ആരായിരിക്കും? ഈ ശരീരമാവാൻ പറ്റുമോ? ഐ ആം ദ നേച്ചർ ഓഫ് കോൺഷ്യസ്നെസ്. ആ ബോധമാണ് എന്റെ സ്വരൂപം. ബോധസ്വരൂപനാകുന്നു ഞാൻ, ചൈതന്യ സ്വരൂപനാകുന്നു ഞാൻ. ആ ഞാനോ ഈ മാറ്റങ്ങളെ അറിഞ്ഞുകൊണ്ട് ബോധിച്ചുകൊണ്ട് അതിനെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ മാറാത്തവൻ. ഞാൻ മാറാത്തവനാണെങ്കിലോ മാറ്റം എന്തുകൊണ്ടുണ്ടാവണത്? ചേഞ്ച് ക്യാൻ ഒക്കർ ഓൺലി ഇൻ ദ റെലം ഓഫ് ടൈം ആൻഡ് സ്പേസ്. കാലദേശങ്ങളുടെ ഉള്ളിലുള്ള വസ്തുവിനാണ് മാറ്റമുള്ളൂ, ശരിയല്ലേ? സിൻസ് ഐ ആം ചേഞ്ച്ലെസ്, ഐ ആം ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ്. ഞാൻ മാറാത്തവനാണെങ്കിൽ ഞാൻ കാലദേശങ്ങൾക്ക് അതീതനായല്ലേ പറ്റുള്ളൂ. കാലദേശങ്ങൾക്ക് അതീതനായ എനിക്ക് മരണമുണ്ടോ? ഞാൻ നിത്യനല്ലേ, ശാശ്വതനല്ലേ? അജോ നിത്യ ശാശ്വതോയം പുരാണഃ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഗീതയിൽ ഭഗവാൻ പറഞ്ഞു തരിക, അർജുന, ഈ ശരീരത്തിന്റെ വരവോ പോക്കോ നമ്മെ ബാധിക്കണില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ഇന്ന് മരണം എന്ന് കേൾക്കുമ്പോൾ പേടിയോ? നമുക്ക് പേടിച്ചുകൊണ്ട് ശരീരം പോവാണ്ടിരിക്കോ? ശരീരം നിമിഷം പ്രതി മരിച്ചുകൊണ്ടേയിരിക്കുക. ഒരു ദിവസമല്ല, ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുക. മാറ്റമല്ലേ മരണം? ആലോചിച്ചപ്പോ ഈ ശരീരത്തിന്റെ മാറ്റങ്ങളിൽ അത്രയും മാറ്റങ്ങളെ അറിഞ്ഞുകൊണ്ട് മാറാതെ വർത്തിക്കുന്ന ഘടകമല്ലയോ നമ്മള്? ആ ബോധസ്വരൂപമാണ് ആത്മ. അതാണ് നമ്മള്. നമ്മൾ ശരീരമാണെന്നും ശരീരത്തിൽ ഒരു ആത്മാവുണ്ടെന്നും ആ ആത്മാവ് ജനന ഇല്ലാത്തതാണെന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? ആത്മാ ജനിച്ചു മരിക്കയില്ല. ആത്മാവിന് ജനനവും മരണങ്ങളൊന്നുമില്ല. പക്ഷെ എനിക്ക് ജനനവും മരണമുണ്ടേ എന്ന് നമ്മൾ വിചാരിച്ചാൽ കാര്യമില്ല. മനസ്സിലായോ? ശരീരം ജനന മരണങ്ങൾക്ക് വിധേയമാണ്, അതിനെ ആർക്കും മാറ്റാൻ പറ്റില്ല. പക്ഷെ നാം ഈ ശരീരമാണോ? ഈ ശരീരത്തോടൊപ്പം ജനിക്കും ശരീരത്തോടൊപ്പം മരിക്കുന്നവനാണോ? ആണെന്നാണ് നമ്മുടെ ധാരണ. അതാണ് അജ്ഞാനം, അതാണ് മൂലാജ്ഞാനം, റൂട്ട് കോസ്. അജ്ഞാനം എന്താ? നമുക്ക് ഈ ലോകത്തിലുള്ള കണക്കിനെ കുറിച്ചോ കെമിസ്ട്രിയെ കുറിച്ചോ ബോട്ടണിയെ കുറിച്ചോ ബയോളജിയെ കുറിച്ചോ ഇങ്ങനെ എത്രയോ ഒളോജികളുണ്ട്, അതിനെ കുറിച്ച് അറിഞ്ഞില്ലാന്നുള്ളതോട് തകരാറൊന്നുമില്ല. പക്ഷെ എനിക്ക് എന്നെ അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അനർത്ഥം, അപകടം. മനസ്സിലായോ? രാമകൃഷ്ണദേവൻ ഉദാഹരണം പറയാറുണ്ട്. അവനവനെ കുറിച്ച് അറിയാത്ത എല്ലാ അറിവുകളും എന്താണ്? 0 നിരത്തി എഴുതത്രേ ബോർഡില്. അവനവനെ കുറിച്ചുള്ള അറിവോ ആ 0-ന് മുമ്പ് എഴുതുന്ന 1 അത്രേ. അതിന് സമാനമാണ്. ഒന്നില്ലാതെ പൂജ്യങ്ങൾ എത്ര എഴുതിയെങ്കിലും അതിന് വല്ല വാല്യൂ ഉണ്ടോ? നേരെ മറിച്ച് ആദ്യത്തെ 0-ന് ഇടതുവശത്ത് ഒരു 1 ഇട്ടാലോ 10, 100, 1000 ഇങ്ങനെ 10 മടങ്ങ് അതിന് വില വരൂലേ? ആ 1 അത്രേ അവനവനെ കുറിച്ചുള്ളത്, സെൽഫ് നോളേജ്. അതുണ്ടെങ്കിലോ ബാക്കിയുള്ള എല്ലാ അറിവും കൊള്ളാം, കൂടുതൽ നല്ലത്, അത് ആയിരിക്കും ലോകത്തിനും ഗുണവും. ബാക്കി എല്ലാവരും ഉണ്ടായിട്ടും എല്ലാ നേട്ടങ്ങൾ കൈവരിച്ചിട്ടും എന്തെല്ലാം ലോകത്തിൽ സമ്പാദിച്ചിട്ടും അവനവനാരെന്നറിയാത്തോളം കാലം എപ്പോഴും ഞാൻ പരിമിതനാണ്, ഞാൻ ദുഃഖിയാണ്, ഞാൻ ജനിച്ചു മരിക്കുന്നവനാണ്, എന്റേത് നിന്റേന്നുള്ള ആ മമതാ ബന്ധത്തിൽപ്പെട്ട് നമ്മൾ ഓരോരുത്തരും വലയും, കഷ്ടപ്പെടും, ദുഃഖം തീരില്ല. ഇതാണ് ഭഗവാൻ പറഞ്ഞു തരണത്. ദുഃഖ നിവൃത്തി, ആത്യന്തികമായ ദുഃഖ നിവൃത്തി, എന്നേക്കും ദുഃഖം ഇല്ലാണ്ടാക്കണം. ശാശ്വതമായ സുഖം, പരമാനന്ദം, നിത്യാനന്ദം, എന്നും സുഖം. ഈ 2 കാര്യമാണ് എല്ലാവരും ജീവിതത്തിൽ അന്വേഷിക്കുന്നത്. അത് നമ്മൾ ഓരോരുത്തരും അവരവരുടെ അറിവിനനുസരിച്ച് അതാത് പല വഴികളിലൂടെ അന്വേഷിക്കണം. പക്ഷെ ഗുരുനാഥന്മാരും ശാസ്ത്രങ്ങളും നമുക്ക് പറഞ്ഞു തരണു ഇതിന്റെ കാരണം ഇതാണ്. ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇത്രയും വളയാതെ കഷ്ടപ്പെടാതെ ആ സത്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും, സത്യം തിരിച്ചറിയാൻ സാധിക്കും. ഇതാണ് പോയിന്റ്. അപ്പൊ അതുകൊണ്ട് അർജുനനെ നിമിത്തമാക്കിയിട്ട് നമ്മളോടാണല്ലോ പറയണത്. അതുകൊണ്ട് ഭഗവാന് മനസ്സിലായി, ഈ ലോകത്തിലുള്ള ഭോഗങ്ങളെല്ലാം സ്വർഗാദി ഭോഗങ്ങൾ കിട്ടിയാൽ പോലും, എത്ര തന്നെ എന്തെല്ലാം സൗകര്യങ്ങൾ കിട്ടിയാൽ പോലും എന്റെ മനസ്സിനെ കാർന്നു നിന്ന് ദുഃഖത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇന്ത്യയിൽ വേണ്ടത്ര സൗകര്യങ്ങളോ അതുമായിട്ടുള്ള നല്ല സമ്പാദ്യമോ ജോലിയോ ഒന്നും കിട്ടാത്തതുകൊണ്ട് നിങ്ങളൊക്കെ പല ആൾക്കാർ US-ലും UK-ലും അതുപോലെ മിഡിൽ ഈസ്റ്റിലും ലോകത്തിന്റെ പല രാജ്യങ്ങൾ പോയിരിക്കും, ശരിയല്ലേ? ഇവിടത്തെക്കാളും നല്ല സമ്പാദ്യങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ ഉണ്ടായിരിക്കാം, വെൽ ടു ഡു എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷേ
പറയാൻ പറ്റുമോ ഇവിടത്തേക്കാൾ ഹാപ്പിയാണ് നിങ്ങൾ എവിടെയെന്ന്? ഇല്ല. പക്ഷെ നമ്മൾ അവിടെ പോയിട്ടും അതൊക്കെ ഉണ്ടാക്കിയിട്ടും അതൊന്നും വേണ്ടെന്നല്ല പറയണത്. പക്ഷെ ആർ യു ഫുൾഫിൽഡ്? ഇതാണ് ചോദ്യം. ഫുൾഫിൽമെന്റ് എന്നാണ് മോഡേൺ വേർഡ്. നമ്മുടെ ശാസ്ത്രങ്ങൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഏന ആത്മാ സംപ്രസീതീന, ഏതുകൊണ്ട് ആത്മസംതൃപ്തി ഉണ്ടാവും, ജീവിത ധന്യതയുണ്ടാകും, ഫുൾഫിൽമെന്റ് ഇൻ അവർ ലൈഫ്. അതാണ് ജൂലിയൻ ഹക്സ്ലി എന്ന് പേരായ ജന്തുശാസ്ത്രജ്ഞൻ 20ാം നൂറ്റാണ്ടിൽ പറഞ്ഞത്. ഏകകോശ ജീവിയായ അമീബ, ആ അമീബയിൽ നിന്ന് ആരംഭിച്ചതാണ് ഈ പരിണാമം അല്ലേ? ആ പരിണാമം 2 കാലുള്ള മനുഷ്യൻ എന്ന ജീവിയിൽ എത്തിയിട്ടുണ്ട് ഇപ്പോ അല്ലേ? എവിടൊക്കെയാണ് ഈ എവല്യൂഷൻ പോണത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ജൂലിയൻ ഹക്സ്ലി ചോദിക്കുന്നുണ്ട്. ജന്തുശാസ്ത്രജ്ഞൻ അദ്ദേഹം. ഋഷിമാര് മാത്രമല്ല, ചിന്തിക്കുന്നവരൊക്കെ ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയാ, കേവലം ഉണ്ണലും ഉറങ്ങലും ആയിരിക്കുമോ? ആവില്ല. അതായിരുന്നു ഇവിടെ ഇണയും ഇരയും. അതാണ് മൃഗങ്ങളുടെ, മനുഷ്യൻ വരെയല്ല എല്ലാത്തിനും അല്ലേ? മനുഷ്യൻ അങ്ങനെയില്ല. മനുഷ്യൻ ഫാക്കൽറ്റി ഓഫ് തിങ്കിങ് പറഞ്ഞിട്ടുണ്ട്, വിവേകശക്തി പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്താണ് മാറുന്നത്, എന്താണ് മാറാത്തത്, എന്താണ് നിത്യം, എന്താണ് അനിത്യം, എന്താണ് ശാശ്വതം, എന്താണ് അശാശ്വതം, ഇതൊക്കെ തിരിച്ചറിയാനുള്ള വിവേകം, ആ വിവേകബുദ്ധിയോടുകൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോ ഇനി മനുഷ്യന്റെ ലെവലില് എത്തിയ ഈ നിലയ്ക്ക് ഈ എവല്യൂഷന്റെ ലക്ഷ്യം എന്താ? എവല്യൂഷൻ എവിടേക്കാ പോണത്? വാട്ട് ഈസ് ദ ഗോൾ ഓഫ് എവല്യൂഷൻ? അദ്ദേഹം പറയണം ഫുൾഫിൽമെന്റ്. നോക്കണം, 10,000 വർഷം മുമ്പ് നമ്മുടെ ഋഷിമാര് പറഞ്ഞത് ആത്മസംതൃപ്തി, ജീവിത ധന്യത, അത് തന്നെയാണ് ഭൗതിക ശാസ്ത്രത്തിന്റെ ലക്ഷ്യം. സയൻസിന്റെ ലക്ഷ്യം വേറെ ഒന്നല്ല. പൂജ്യ ഗുരുദേവൻ ചിന്മയാൻ സ്വാമികൾ പറയും, നമ്മുടെ ഋഷിമാര് they were also scientists but subjective scientists. ഇവര് ഒബ്ജക്റ്റീവ് സയന്റിസ്റ്റാ. ഇവരെ അന്വേഷിക്കണം പുറത്തെ ലോകത്തിലാണ്. വേറൊന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് നമ്മുടെ ഋഷിമാർക്ക് സത്യം കണ്ടെത്തി ഈ പൂർണ്ണതയും ആനന്ദവും ഈ ജീവിതത്തിൽ കൈവരിക്കാൻ സാധിച്ചത്? എന്തുകൊണ്ട് സയന്റിസ്റ്റിനെ എത്താൻ കഴിയണില്ല? കാരണം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ജീവിതത്തിന് 3 തലമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എടുത്ത് നോക്കൂ. ഒന്ന് വേക്കിംഗ് സ്റ്റേറ്റ് അല്ലെ, ഉണർന്നിരുന്ന് ഈ പ്രപഞ്ചത്തെ കാണും, അനുഭവിക്കും, ഇന്ററാക്ട് ചെയ്ത് അനുഭവിക്കുന്ന അവസ്ഥ. 2 സ്വപ്നാവസ്ഥ അല്ലേ? 3 ഗാഠനിദ്ര, സുഷുപ്തി. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ഈ 3 അവസ്ഥകളിലൂടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കടന്നു പോകുന്നത്. സയൻസ് ഉണർന്നിരിക്കുന്ന ജാഗ്രത അവസ്ഥയിലെ വെയ്ക്കിംഗ് വേൾഡിനെ കുറിച്ച് മാത്രമേ അന്വേഷിക്കുന്നുള്ളൂ. ശരിയോ? ഋഷിമാരോ ഈ ജാഗ്രത അവസ്ഥ വന്നു പോയി ആരുടെ മുമ്പില്? സ്വപ്നാവസ്ഥ വന്നു പോയി ആരുടെ മുമ്പില്? സുഷുപ്തി വന്നു പോയി ആരുടെ മുമ്പില്? വരും പോകും ചെയ്യുന്ന എല്ലാ അനുഭവങ്ങളിലും വരാതെയും പോകാതെയും, ഇത് വന്നുവെന്നും പോകുന്നുവെന്നും അറിഞ്ഞുകൊണ്ട് വരാതെയും പോകാതെയും മാറാതെന്നൊരു ഘടകമില്ലേ, ഒരു ഫാക്ടറില്ലേ നമ്മുടെ ഉള്ളില്? അതേതാ? അതല്ലേ എന്തിലെ ഞാൻ, നാം. ആ താനാരാ? ഇത് ഋഷി അന്വേഷിച്ചു. മനസ്സിലായില്ലേ? അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, ഓ, ഞാനെന്ന ഈ ബോധം ഒഴിച്ച് ബാക്കി എന്നാൽ അറിയപ്പെടുന്നതായിട്ട് ഇവിടെ എന്തൊക്കെയുണ്ടോ ഇതെല്ലാം മാറ്റത്തിന് വിധേയമാണ്, നശ്വരമാണ്. അതിൽ നമ്മൾ ആസക്തരായാൽ, അതിൽ നമ്മുടെ മനസ്സ് കുടുങ്ങിപ്പോയാൽ, അത് അതിന്റെ മാറ്റം നമ്മളെ എപ്പോഴും ടെൻഷന് കാരണാക്കും, അജിറ്റേഷന് കാരണാക്കും, ദുഃഖത്തിന് കാരണാക്കും, ഭയത്തിന് കാരണാക്കും അല്ലേ, ഉത്കണ്ഠയ്ക്ക് കാരണാക്കും. നമ്മുടെ മനസ്സിന്റെ സ്വസ്ഥതയും ശാന്തിയും നഷ്ടപ്പെടുത്തും. ഇതിന്റെ നേച്ചർ ഇതാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ ഉപയോഗിച്ചോളൂ. മനസ്സിലായോ? ബലൂൺ വാങ്ങിക്കൊടുക്കുമ്പോ, ഉത്സവത്തിന് കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ കുട്ടികൾക്ക് ഇതാ വലിയ വത്തക്ക് വലിപ്പത്തിൽ ഇങ്ങനെ വീർപ്പിച്ച് കെട്ടിത്തൂക്കിയിട്ടുള്ള ബലൂൺ കാണുമ്പോൾ വളരെ ഉത്സാഹം, വളരെ സന്തോഷമാണ്. മേടിച്ചു കൊടുത്തു അച്ഛനമ്മ അവർക്ക് വേണ്ടിയിട്ട്. കിട്ടിക്കൊണ്ടെന്നോ 4 കളി കളിച്ചപ്പോഴേക്കും അത് പൊട്ടിപ്പോയി. കൊച്ചുകുട്ടിയാണെങ്കിലോ പൊട്ടിക്കറി, അത് പൊട്ടി അല്ലേ? എന്നാ വലിയവർക്ക് പൊട്ടിപ്പോ സങ്കടം ഉണ്ടാവുമോ? എന്തുകൊണ്ടല്ലാത്തത്? വലിയവർക്കറിയാം അതിന്റെ നേച്ചർ അങ്ങനെയാണ് അല്ലേ? അത് നൽകി കേൾക്കാൻ ഒരാളെ നിൽക്കായിരിക്കും, അതിന് പൊട്ടണതെന്നറിയാം. കൊച്ചുകുട്ടിക്ക് അത് പൊട്ടണതെന്നറിയില്ല, അതിന്റെ നേച്ചർ അറിയില്ല. നമ്മൾ വയസ്സായി പ്രായമായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് സത്യത്തെക്കുറിച്ച് കുട്ടികളെ ബാലന്മാരാ, നഴ്സറി ക്ലാസ്സിലായിട്ടുള്ളൂ. അതുകൊണ്ടോ നമ്മൾ ഈ ലോകത്തിൽ ഉടഞ്ഞു പോകുന്ന വസ്തുക്കള് 10 ദിവസം കഴിഞ്ഞ് ഉടയണത് ചിലപ്പോ 2 ദിവസം മുമ്പ് ഉടഞ്ഞിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. ഉടയാത്തതായിട്ട് ഒന്നുമില്ല. മാറുന്നതൊക്കെ ഉടഞ്ഞു പോണതല്ലേ, നശ്വരമല്ലേ? പക്ഷെ ഇതൊക്കെ ശാശ്വതമായിരിക്കണം. ഈ ശരീരം ശാശ്വതമായിരിക്കണം. ഈ ശരീരത്തിലാണ്, ശരീരത്തിന്റെ നിലനിൽപ്പാണ് എന്റെ നിലനിൽപ്പ്. ശരീരം പോയ ഞാൻ പോയി, ശരീരം ഉണ്ടായതോടുകൂടി ഞാൻ ഉണ്ടായി എന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കണം. സത്യമല്ലേ? ആലോചിച്ച് നോക്കൂ. ഇതാണ് അടിസ്ഥാന കാരണം.
പറയണു, ചിന്തിപ്പിക്കണു ഭഗവാൻ. എന്ത്? ആത്മാവല്ലാത്ത വസ്തുക്കളാണ് ദേഹേന്ദ്രിയ മനോബുദ്ധിയാദികളൊക്കെ. ആത്മാവാണ് ഞാൻ. ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാത്തിനെയും അറിയുന്ന അറിവ്, ബോധം, ദാറ്റ് അവയർനെസ്, ദാറ്റ് കോൺഷ്യസ്നെസ്, ചൈതന്യം. എന്തുകൊണ്ട് ചൈതന്യം എന്ന് പറഞ്ഞു? കാരണം ജഡം അറിയില്ല. ജഡത്തിന് ഒന്നും അറിയാൻ പറ്റില്ല. ജഡം അറിയെങ്കിൽ നമ്മുടെ മേശയും ഡെസ്കും എല്ലാം സ്വയം അറിയണം, മറ്റുള്ളതിനെ അറിയണം, അല്ലേ? അതിന് സ്വയം അറിയാൻ കഴിയില്ല. നമ്മുടെ ശരീരത്തിന് പോലും സ്വയം അറിയാൻ കഴിയണ്ടോ? ഇല്ല. മനസ്സിന് സ്വയം അറിയാൻ കഴിയണ്ടോ? മനസ്സ് സട്ടിൽ മാറ്റർ കൊണ്ട് ഉണ്ടായില്ല, അതും അറിയാൻ കഴിയില്ല. മനസ്സിനെ അറിയണ ആരാ? നമ്മളല്ലേ. എന്റെ മനസ്സ് സുഖാണിപ്പോ, എന്റെ മനസ്സ് ദുഃഖാണിപ്പോ, എന്റെ മനസ്സ് സ്വസ്ഥതയാണ്, അസ്വസ്ഥതയാണ്, അല്ലേ? എന്റെ മനസ്സിൽ ഭയം വരണു, എന്റെ മനസ്സിൽ ഇഷ്ടം വരണു, ചിലപ്പോൾ കാമം വരണു, ക്രോധം വരണു, അസൂയ വരണു, ഇതൊക്കെ വരണു. ഇതൊക്കെ ഒരു പുഴയിൽ വെള്ളം ഇങ്ങനെ ഒഴുകി പോണമായി പോയിക്കൊണ്ടിരിക്കുന്ന തോട്ട്സ് ആണ്. ഇതിനൊക്കെ ആരറിയുന്നത്? പുഴയുടെ പക്കത്തെ ഒരാൾ ഇരുന്നാൽ, കൈ കെട്ടി ഇരുന്ന് കഴിഞ്ഞാൽ ആ പുഴയിലൂടെ ഒഴുകി പോകുന്ന വസ്തുക്കളെ, വെള്ളത്തെയൊക്കെ കാണാൻ പറ്റൂ, അല്ലേ? അയാൾ ഒഴുകണില്ല. ഒഴുക്കിനെ കാണുന്ന ആൾ ഒഴുകി പോണില്ല. ഇതുമാതിരിയാണ് ഈ തോട്ട്സ് പരേഡ്. ചിന്തകളുടെ പരേഡാണ് നമ്മുടെ മുമ്പിൽ കൂടെ പോയിക്കൊണ്ടിരിക്കണു. പക്ഷെ ആ ഞാൻ മാറുന്നില്ല. ആ ഞാനിനെ കുറിച്ച് നമുക്ക് ഉൾക്കാഴ്ചയില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന വിചാരങ്ങൾ നമ്മളെ തളർത്തിക്കളയും. അത് നമ്മളെ അപ്പ് ആൻഡ് ഡൗൺ, സുഖ ദുഃഖങ്ങളിൽപ്പെട്ട അടിസ്ഥാനത്തിക്കൊണ്ടിരിക്കും. പുറത്തു നടക്കുന്ന സംഭവവികാസങ്ങളെ എല്ലാം നമ്മളെ ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്രീഡം പോയി പോകും, നമുക്ക് സന്തോഷമില്ല, നഷ്ടപ്പെടുത്തും, അല്ലേ? നേരെ മറിച്ച് ഈ മാറ്റങ്ങൾക്കൊക്കെ ഉണ്മ കൊടുത്തുകൊണ്ട്, മാറ്റങ്ങൾക്കൊക്കെ ആധാരമായിക്കൊണ്ട്, മാറ്റങ്ങൾക്കൊക്കെ ആശ്രയമായിക്കൊണ്ട്, ഈ മാറ്റങ്ങളെ ബോധിച്ചുകൊണ്ട്, അറിഞ്ഞുകൊണ്ട്, അതിന് കേവലം സാക്ഷി മാത്രമായി നിൽക്കുന്ന ആ ബോധവസ്തുവാണ്, ആ ചൈതന്യമാണ് ഞാൻ, ആത്മവസ്തുവാണ് ഞാൻ, അത് നിത്യമാണ്, ശാശ്വതമാണ്, ആ അഖണ്ഡ ബോധ സ്വരൂപനാണ് ഞാൻ എന്ന് തിരിച്ചറിഞ്ഞാലോ ഭയമില്ല. ഇവിടെ എന്ത് സംഭവിച്ചാലും അതിലൊന്നിലും അല്പം പോലും പരിഭ്രമമില്ല, ടെൻഷനില്ല, വെറീസ് ഇല്ല, ശാന്തി നഷ്ടപ്പെടുന്നില്ല. കാരണം ആ അനന്തമായ ആത്മാവിന്റെ സ്വരൂപം ആനന്ദമാണ്. ഉപനിഷത്ത് പറയണു, ന അല്പേ സുഖമസ്തി. അല്പമായതില്, ലിമിറ്റഡ് ആയതില് സുഖല്യ, അത് ദുഃഖത്തിന് കാരണം. യത് വൈ ഭൂമാ തത് വൈ സുഖം. ഭൂമാവിലാണ് സുഖം. ഭൂമാച്ച ഇൻഫിനിറ്റ്, അൺലിമിറ്റഡ്. മാറാത്തതല്ലേ ഇൻഫിനിറ്റും അൺലിമിറ്റഡ് ആവാൻ പറ്റുള്ളൂ. പുറത്തെ ലോകം മാറുന്നു, ആരറിയുന്നു? ഐ ആം കോൺഷ്യസ് ഓഫ് ദ ചേഞ്ച് ഓഫ് ദ വേൾഡ്, അല്ലേ? നമ്മുടെ ശരീരം മാറുന്നു, നമ്മുടെ ഇന്ദ്രിയങ്ങള്, കണ്ണിന് കാഴ്ച കുറഞ്ഞു കൂടി, അല്ലേ? പുറം കഴിഞ്ഞ് ഇല്ലാണ്ടായി, കാതിന് കഴിവ് കുറഞ്ഞു, പ്രായം തോറും, അല്ലേ? ഓർമ്മശക്തി കുറയണു, എല്ലാ അവയവങ്ങളുടെയും കഴിവുകൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ആരറിയണേ? ഐ ആം കോൺഷ്യസ് ഓഫ്. ഞാൻ മാറുണ്ടോ? മനസ്സ് മാറുന്നു, മനസ്സിലെ ഫീലിങ്സ്, ഇമോഷൻസ്, തോട്ട്സ് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. ആർക്കറിയാം ഇതൊക്കെ മാറുന്നു എന്ന്? മാറാത്ത എനിക്കറിയാം. ഞാനും മാറിയെങ്കിൽ എനിക്കറിയാൻ പറ്റും. ആലോചിച്ച് നോക്കൂ, 3 അവസ്ഥകൾ ആലോചിച്ച് നോക്കൂ. ജാഗ്രത, സ്വപ്ന, സുഷുപ്തികളാവുന്ന അവസ്ഥകൾ. അവസ്ഥ ഒന്ന് പോയിക്കൊണ്ടിരിക്കണം. ആരുടെ മുമ്പില്? എന്റെ മുമ്പില്. ഞാൻ ഈ അവസ്ഥകൾക്കും സാക്ഷിയല്ലേ? ചിന്തിക്കൂ. ശാസ്ത്രം നമ്മളെ കണ്ണടച്ച് വീഴുകാൻ, അതാണ് ഹിന്ദുമതത്തിന്റെ മഹത്വം തന്നെ. മനസ്സിലായോ? വളരെ ശാസ്ത്രീയമായ യുക്തികളെ കൊണ്ടാണ് ഈ ചിന്ത കെട്ടിപ്പടുത്തിട്ടുള്ളത്. മറ്റു മതചിന്തകളെ മാതിരിയല്ല എന്നർത്ഥം. അവിടെ വിശ്വസിപ്പിക്കുക, കണ്ണടച്ച് ഇരുട്ടാന്ന് പറയാൻ അതുമായി അല്ല എന്നർത്ഥം. ബുദ്ധിയുടെ ചിറകുകൾക്ക് എത്രത്തോളം ഉയർന്ന് പറക്കാൻ സാധിക്കുമോ അത്രയും സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ ശാസ്ത്രങ്ങളിൽ. ചിന്തിക്കുക, മാറ്റമില്ലാത്ത ഒന്നിന് നാശം എന്ന് പറഞ്ഞ സംഭവിക്കുമോ? ഇല്ല. ആ മാറാത്ത വസ്തു, നാശിക്കാത്ത വസ്തു, നിത്യവസ്തുവാണ് നീ. ആ നിത്യമായ വസ്തുവായ നീ ദുഃഖിസ്വരൂപയല്ല, നീ ആനന്ദസ്വരൂപനാണ്. എന്താ പറയുന്നത്? എഴുത്തച്ഛൻ, മലയാളികൾക്ക് സുപരിചിതമാണ് ഈ ശ്ലോകം. ഹരിനാമകീർത്തനം എന്ന് പറഞ്ഞ മനോഹരമായ ഗ്രന്ഥമുണ്ട് എഴുത്തച്ഛന്റെ. അതിലൊറ്റ ശ്ലോകത്തില് നമ്മൾ ആര് എന്ന് ചൂണ്ടിക്കാണിച്ചു തരിക. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണ്, കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണ്, അതിനു കണ്ണായിരുന്ന പൊരുൾ താൻ എന്നുറയ്ക്കുമളവ ആനന്ദമെന്തു ഹരിനാരായണായ നമ. എന്ത്? അർക്കാനലാളി വെളിവ് എന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രിയ പ്രത്യക്ഷമായ പ്രപഞ്ചം മുഴുവനും, അത് മുഴുവൻ ദൃശ്യമാണ്, ഒബ്ജക്റ്റാണ്. ആർക്ക്?
ഇന്ദ്രിയങ്ങൾക്ക്. 5 ഇന്ദ്രിയങ്ങളിലൂടെ അവയെ നമ്മൾ അറിയുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ പ്രപഞ്ചാനുഭവം ആരംഭിക്കുന്നത് ഇന്ദ്രിയ തലത്തിലാണ്. കണ്ണില്ലെങ്കിൽ രൂപങ്ങളും നിറങ്ങളും ഇല്ല ആൾക്ക്, കാതില്ലെങ്കിൽ ശബ്ദങ്ങളില്ല അല്ലേ. 5 ഇന്ദ്രിയങ്ങളിലെ ആൾക്ക് പ്രപഞ്ചാനുഭവം ഇല്ല. അപ്പൊ പ്രപഞ്ചാനുഭവം ഇന്ദ്രിയ തലങ്ങളിലാണ്. അപ്പൊ 5 ഇന്ദ്രിയങ്ങള് സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ കാഴ്ചക്കാരനാണ്, ദ്രഷ്ടാവാണ്. ദൃശ്യപ്രപഞ്ചം ഒബ്ജക്റ്റാണ്. അതാണോ ആത്യന്തികമായി നമ്മളെ കാഴ്ചക്കാരൻ, സബ്ജക്റ്റ്? അല്ല. കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണ്. 5 ഇന്ദ്രിയങ്ങൾക്കും വെളിയിലുള്ള വസ്തുക്കളെ അറിയാൻ കഴിയുമെങ്കിൽ അതിന്റെ പുറകെ മനസ്സ് വേണം അല്ലെ. കണ്ണ് തുറന്നിരിക്കുന്നുണ്ട്, പക്ഷെ മനസ്സ് എന്തെങ്കിലും എവിടെയെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മനസ്സ് അച്ഛനായി നമ്മൾ മുമ്പിൽ ആരെങ്കിലും വന്നെന്നാ അറിയില്ല, വിളിച്ചാൽ കേൾക്കില്ല അല്ലേ. ഇന്ദ്രിയങ്ങൾക്കും വിഷയങ്ങളെ ഗ്രഹിക്കാനുള്ള സാമർഥ്യം കൊടുക്കണം മനസ്സാ അതിന്റെ പുറകിലുള്ളതുകൊണ്ട്. ഇന്ദ്രിയങ്ങൾ പിൻവാങ്ങി, ജാഗ്രത അവസ്ഥ ഇന്ദ്രിയങ്ങളുടെ പ്രാധാന്യം. ആ ഇന്ദ്രിയങ്ങളൊക്കെ പിൻവാങ്ങി മനസ്സ് പ്രവർത്തിക്കുന്ന ആ അവസ്ഥ സ്വപ്നത്തിൽ ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ടല്ല വസ്തുക്കളെ കാണുന്നത്, മനസ്സുണ്ട്. ആ മനസ്സിനും അപ്പുറത്ത് മനസ്സിനെ ആരറിയണത്? മനമാകുന്ന കണ്ണ് അതിനു കണ്ണായിരുന്ന പൊരുളാണ്. മനസ്സിനെയും കാണുന്ന പൊരുളാണടാ നീ എന്നാണ് ഗുരു പറഞ്ഞു പറഞ്ഞത്. തത്വമസി, മനസ്സിലായോ? അതാണ് നീ ഇതൊന്നുമല്ല, ഈ അറിയപ്പെട്ടതൊന്നും അല്ല എന്ന്. എന്താ മനസ്സിനെയും അറിയുന്ന കണ്ണെന്ന് പറഞ്ഞാൽ മനസ്സ് എന്താ? മനസ്സ് എന്ന് പറഞ്ഞാൽ ചിന്തകളുടെ പ്രവാഹമാണ് അല്ലേ. ചിന്തകളില്ലെങ്കിൽ മനസ്സില്ല. ചിന്തകളാണ് മനസ്സിനെ സൃഷ്ടിക്കുന്നത്, ചിന്തകളുടെ പ്രവാഹം. എല്ലാ ചിന്തകളും, തോട്ട്സ്, ഇമോഷൻസ്, ഫീലിങ്സ് എല്ലാം അതിൽപ്പെട്ടു. ഇതിനൊക്കെ ആരറിയണത്? നമ്മളല്ലേ അറിയണത്. ഇവിടെ എഴുത്തച്ഛൻ പറഞ്ഞു പൊരുൾ എന്ന് പറഞ്ഞാൽ ആ ബോധം, കോൺഷ്യസ്നസ്, അറിവ്, ചൈതന്യം. അതാണ് നീ. പക്ഷെ നമ്മളെ എന്തെന്നിരിക്കണു? ഞാൻ മനസ്സാണെന്ന് വിചാരിക്കണു. എന്നിട്ട് മനസ്സുമായി താതാത്മ്യം, ചിന്തകളുമായി കുടുങ്ങി താതാത്മ്യം പ്രാപിച്ച് ഞാൻ സുഖിയും ഞാൻ ദുഃഖിയും അല്ലേ, പല പല കോംപ്ലക്സുകൾക്ക് വിധേയരാകണോ? ശരിയല്ലേ? ചിന്തിച്ചു നോക്കൂ. എല്ലാ തരത്തിലുള്ള സങ്കടങ്ങളും ദുഃഖങ്ങളും എന്താ? ചിന്തകളോട് ചേർന്നതല്ലേ, മനസ്സിലല്ലേ ഇതെല്ലാം ഉള്ളത്. ആ മനസ്സിൽ ജയിക്കുന്ന ആ ചിന്തകൾ ഇല്ലാണ്ടായി ഉറക്കത്തിൽ ഇത് വരുന്നുണ്ടോ? ആ ഉറക്കത്തിൽ പരമാനന്ദല്ലേ അനുഭവിക്കുന്നത്. നമ്മൾ മാത്രമല്ലപ്പോ ഇത് ദിവസത്തെ അനുഭവമല്ലേ. ആ അനുഭവത്തെ വെച്ചുകൊണ്ടാണ് ഈ ശാസ്ത്രം ഇപ്രകാരം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പൊ നോക്കൂ, മനമാകുന്ന കണ്ണ് അതിനും കണ്ണാണ് നമ്മൾ മനസ്സല്ലാന്ന്. മനസ്സോ അതിലെ ചിന്തകളോ അല്ല, വികാരങ്ങളോ വിചാരങ്ങളോ അല്ല, സുഖമോ ദുഃഖമോ അല്ല. ഇതൊക്കെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാ. ഇതിനും കണ്ടുകൊണ്ട് ഇതിനെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പൊരുൾ, ആ അറിവ്, ആ ബോധം, അതാണടാ നീ. താൻ ചാൽ ഗുരു പറയാ യു ആർ ദാറ്റ് യു ആർ തത്വമസി. മനസ്സിലായോ? ആ പൊരുളാണ് താനെന്ന് അറിഞ്ഞാലോ നമ്മൾ ഇത്തരം ചിന്തകൾ നമ്മുടെ സ്കൂളിലും പഠിപ്പിക്കണില്ല, കുട്ടികൾ വീട്ടിലും പഠിപ്പിക്കണില്ല. നമ്മളിത് ഇങ്ങനെ ബൈ ചാൻസ് യാദൃച്ഛികമായി ജീവിതത്തിൽ എവിടെയെങ്കിലും കേട്ടാലായി, അതിനടുത്ത നിമിഷം മറന്നുപോയി. ഇതിൽ നിന്ന് നിരന്തര അഭ്യാസമുണ്ടോ? ഇത് നിരന്തരം ക്ഷണിച്ച് ഇതിനെ മനനം ചെയ്ത് ഉറപ്പിക്കണ്ടോ? എഴുത്തച്ഛൻ പറയണു, ഗുരു പറയണു, ആ പൊരുളാണ് താനെന്ന് കേട്ടപ്പോരാ, കാഷ്വലായിട്ട് അറിഞ്ഞാൽ പോരാ, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പോരാ. ആ പൊരുൾ താനെന്ന് ഉറയ്ക്കുമുള്ളത് അതിൽ നമ്മൾ റൂട്ടഡ് ആവണം. Get established in that knowledge, that experience. Then ആനന്ദം എന്ത് ഹരി, ആനന്ദം അതിന്റെ ആ ആനന്ദം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ആനന്ദം, പരമാനന്ദം. അപ്പൊ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ അന്വേഷിച്ചെന്താ? ദുഃഖം ഇല്ലാണ്ടാക്കണം, പരമാസുഖം വേണം, ശാശ്വതമായ സുഖം വേണം എന്ന് അല്ലേ. എന്തുണ്ട് ശാശ്വതമായിട്ട്? മാറാത്ത വസ്തു. എന്തിനാണ് ഈ ലോകത്തിൽ മാറാത്ത വസ്തു? ഞാനെന്ന ബോധം മാത്രം, ആത്മസ്വരൂപം മാത്രം, മൈ ട്രൂ നേച്ചർ. ഒരിക്കലും മാറുന്നില്ല, നശിക്കുന്നില്ല, എന്ന് നശിപ്പിക്കാനാവില്ല. ഏതേലും ഭഗവാൻ പറയും അഗ്നി കൊണ്ട് ദഹിപ്പിക്കാനാവില്ല, വായു കൊണ്ട് വെട്ടിക്കളയാനാവില്ല, വെള്ളം കൊണ്ട് അലിപ്പിക്കാൻ കഴിയില്ല, ആയുധം കൊണ്ട് വെട്ടാൻ കഴിയില്ല, ഇങ്ങനെയൊക്കെ പറയാ ഭഗവാൻ. നമുക്ക് ഗീത ഡീറ്റെയിൽ ആയിട്ട് പോയാൽ നമുക്ക് മനസ്സിലാവും. ഇതാണ് പോയിന്റ്. നമ്മുടെ സമയമായി ഇനി 15 മിനിറ്റ് സംശയ നിവാരണത്തിനുള്ളതാണ്. ഒന്ന് സമ്മപ്പ് ചെയ്യാൻ നമ്മൾ. അപ്പൊ എന്താ പറഞ്ഞത്? നമ്മളെല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്, അന്വേഷിക്കണം എന്താ? ആർക്കും ദുഃഖം വേണ്ട, എല്ലാവർക്കും സുഖം വേണം. ആ സുഖം കുറച്ചു നേരത്തേക്ക് മതിയോ? എങ്കിൽ നമുക്ക് നല്ല കാപ്പി കുടിക്കുമ്പോൾ കിട്ടും, തണുപ്പത്തിൽ ചൂടുള്ള കാപ്പി കുടിച്ചാൽ കിട്ടും അല്ലേ, അല്ലെങ്കിൽ ചൂടുള്ള സമയത്ത് തണുപ്പ് എന്തെങ്കിലും കഴിച്ചാൽ കിട്ടും, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആളുകളുമായി കാണുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള പ്രിയപ്പെട്ട ആഹാരം കഴിക്കുമ്പോൾ കിട്ടും. താൽക്കാലികമാണ്, നമുക്ക് തൽക്കാലത്തേക്ക് പോരാ, തീരാത്ത സുഖം വേണം. അതിനാണ് നിത്യസുഖം, ശാശ്വത സുഖം, നിത്യാനന്ദം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. അതെവിടെ? അത് നിത്യവസ്തുവിന്, ശാശ്വത വസ്തുവിനെ കിട്ടുള്ളൂ. എന്താണത്?
ഈ ദൃശ്യമായ ജഗത്ത് കേന്ദ്രം മാറുന്നത്, ഈ അതിനെ അറിയാനുള്ള ഇന്ദ്രിയങ്ങളും ശരീരവും മാറുന്നത്, മനസ്സും അതിന്റെ ചിന്തകളും മാറുന്നത്, ഇതൊക്കെ മാറണതാണെന്ന് അറിയുന്നവൻ മാറാത്തവൻ. അതാരറിയണത്? ഞാനല്ലേ, നമ്മൾ ഓരോരുത്തരും അല്ലേ. ഇറ്റ്സ് മീ. ആ മീ എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ ധരിക്കണം എന്താണ്? എപ്പോഴും മീ എന്ന് പറഞ്ഞ ശരീരം ഉടനെ നമ്മൾ വിചാരിക്കണം അല്ലേ. ഞാനെന്ന് പറഞ്ഞ ശരീരമാണെന്നുള്ള ചിന്ത നമ്മൾക്ക് എത്രയോ കാലമായി, എത്രയോ ജന്മങ്ങളായി ഉറച്ചിരിക്കുകയാണ്. ശരീര താതാത്മ്യം എന്ന് അതിന് പറയാം, ഐഡന്റിഫിക്കേഷൻ അല്ലേ. അപ്പോ ഇത് ഇങ്ങനെയല്ല. നീ ഈ ശരീരമോ ഇതിനോട് ബന്ധപ്പെട്ട വസ്തുക്കളിൽ മമതാബദ്ധത്തോടുകൂടി കുടുങ്ങിക്കഴിഞ്ഞ് ഇങ്ങനെ സംസാര ദുഃഖം അനുഭവിക്കേണ്ട ഒരു നിസ്സാര ജീവി അല്ല. നീ ആരാണ്? നീ അനന്തനാണ്, നീ സ്വതന്ത്രനാണ്, നീ അഖണ്ഡ ആനന്ദ സ്വരൂപത്തിനുടമയാണ്. നിന്റെ യഥാർത്ഥ സ്വരൂപം ഇതൊന്നുമല്ല. നീ നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വരൂപനാണ്, നീ സച്ചിദാനന്ദ സ്വരൂപിയാണ്, നീ പരമാത്മസ്വരൂപിയാണ്, നീ പരബ്രഹ്മ സ്വരൂപനാണ്. ഇതൊക്കെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞ വാക്കുകൾ ടെക്നിക്കലായിട്ട്. ഇത് പറഞ്ഞു തരികയാണ് ശാസ്ത്രങ്ങളുടെയും ഗുരുവിന്റെയും ജോലി നൃത്തം, ഉദ്ദേശം നൃത്തം. ഇതാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ. നമ്മുടെ അടിസ്ഥാന ശാസ്ത്രം എന്താ? ഹിന്ദുവിന് അടിസ്ഥാന ശാസ്ത്രം വേദമാണ്. ആ വേദസാരമാണ് ഉപനിഷത്ത്. ആ ഉപനിഷസാരമായ ഭഗവത്ഗീതയില് അർജുനൻ എന്ന ആ സുഹൃത്തിനെ മുൻനിർത്തിക്കൊണ്ട് ആ അഹന്ത മമതകളിൽപ്പെട്ട് കർത്തവ്യ നിർവഹണത്തിന് കഴിവില്ലാതെ തളർന്ന അവശനായി പോയ അർജുനനിലൂടെ ഭഗവാൻ ലോകത്തിന് ഇത് പറഞ്ഞു തരിക. കാരണം ലോകത്തിന് ഇത് ആവശ്യമില്ല. നമ്മളെല്ലാവരും ഈ അർജുന സ്ഥിതിയിലാണ്. ഈ സത്യം അറിയാതെ ഈ ശരീരാഭിമാനത്തിലും താതാത്മ്യത്തിലും പെട്ട് ഇതിനോട് ബന്ധപ്പെട്ടത് എന്റെ എന്നുള്ള വിചാരം വെച്ച് ഇതിന് വരണമൊക്കെ എനിക്ക് വരണു, ഇത് ചെയ്യണമൊക്കെ ഞാനാ ചെയ്യണത് എന്നുള്ള തെറ്റിദ്ധാരണയിൽ കുടുങ്ങി കഴിയുന്നവരാണ്. അതുകൊണ്ട് സെൽഫ് നോളജിന്റെ ആവശ്യകത, ആത്മജ്ഞാനം കൂടാതെ അർജുനന്റെ ദുഃഖത്തെ മാറ്റാൻ പറ്റില്ല, അർജുനന്റെ ഈ അഹന്താമമതകളെ നീക്കാൻ പറ്റില്ല, അർജുനന്റെ സ്വധർമ്മ നിരതനാക്കി തീർക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചരാചര ഗുരുവായ ഭഗവാൻ കൃഷ്ണം വന്ദേ ജഗദ്ഗുരു, ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് ഓരോരുത്തർക്കും ഭഗവത്ഗീത ഉപദേശിച്ചിരിക്കണു. ആ ഗീത ഓരോരുത്തർക്കും പഠിക്കാൻ താല്പര്യം ഉണ്ടാവട്ടെ. ഗീത മറ്റുള്ള ആൾക്കാരൊക്കെ ആലോചിച്ചു പോകും. എല്ലാ മതക്കാർക്കും ഒരു ഗ്രന്ഥമുണ്ട്, അവരത് പഠിച്ചിട്ടുണ്ടാവും. ഒരു ക്രിസ്ത്യനും അവന് ബൈബിൾ അറിയാണ്ടിരിക്കില്ല, ഒരു മുസൽമാൻ ഭക്തന് ഖുറാൻ അറിയാണ്ടിരിക്കില്ല, ഒരു ഹിന്ദുവിന് ഗീത പഠിക്കാണ്ട് ജീവിക്കാം, മറ്റൊക്കെ പഠിക്കാതെ ജീവിക്കാൻ പറ്റില്ല. ആലോചിച്ചു നോക്കൂ, നമുക്ക് എത്രയോ ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിൽ വരുന്നത് 700 ശ്ലോകമുള്ള ഭഗവത്ഗീത മാത്രം പഠിച്ചാൽ മതി. ഇപ്പൊ ഗീത മുഴുവൻ പഠിക്കണമെന്നില്ല, ഒരധ്യായം പഠിച്ചാലും മതി. ഭഗവത്ഗീത കിഞ്ചിതീത എന്നാണ് ആചാര്യസ്വാമികൾ പരിഭവത്തിൽ പറയാം. കുറച്ചു മതി, മനസ്സിലായില്ലേ? എന്തായാലും വളരെ സന്തോഷം നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചത്. എന്തായാലും എന്തെങ്കിലും ഭഗവത്ഗീതയിലെ ആശയങ്ങളെ കുറിച്ചൊന്ന് പങ്കുവയ്ക്കാൻ സാധിച്ചത്. ഇനി നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എനിക്ക് അറിയുമെങ്കിൽ ഞാൻ പറയാം, അറിയില്ലെങ്കിൽ അറിയില്ല. വളരെ നന്ദി സ്വാമിജി, ഇത്രയും നേരം ഹു ആം ഐ എന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് നല്ലൊരു പ്രഭാഷണം നടത്തി തന്നത്. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് ഉണ്ട്. ആർക്കെങ്കിലും ചോദ്യങ്ങൾ സ്വാമിജിയോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അത് അൺമ്യൂട്ട് ചെയ്തിട്ട് ക്യാമറ ഓൺ ചെയ്ത് ചോദിച്ചാൽ നല്ലതായിരിക്കും. ചോദിച്ചോളൂ. രഘുചേട്ടൻ. നമസ്കാരം സ്വാമിജി, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ടോക്കായിരുന്നു. നമസ്കാരം. ഒരു കാര്യം, ഈ സ്വാമിജി പറഞ്ഞല്ലോ ഹാപ്പിനെസ് ആണ് എറ്റേണൽ ഹാപ്പിനെസ്. ശരിയാണ്. പക്ഷെ നമുക്ക് പിന്നെ ഈ സന്തോഷം എന്താണെന്ന് അറിയാന്നുണ്ടെങ്കിൽ സാഡ്നെസ് അറിയണ്ടേ. one has to do their own duty in life, whatever it is. So one has to live a life. But Swamiji പറയുന്ന അപ്പൊ ഈ പിന്നെ when one is actually leading that life, whatever it is and wherever it is, that one has to realize that this is that you are that eternal സ്വരൂപമാണ് നമ്മൾ വിചാരിച്ചിട്ടാണോ നമ്മൾ ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്? അതെ, പറഞ്ഞത് എന്താ വെച്ചാൽ നോക്കൂ, നമ്മുടെ ദ ഗോൾ ഓഫ് ലൈഫ്, ആത്യന്തിക ജീവിത ലക്ഷ്യമാണ് പറഞ്ഞത്. മനസ്സിലായോ? നമുക്ക് ഓരോരുത്തർക്കും ലൈഫിൽ ഒരു ഇമ്മീഡിയറ്റ് ഗോൾ ഉണ്ടാവും, ഒരു അബ്സല്യൂട്ട് ഗോളും വേണ്ടേ? ഒരു വിദ്യാർത്ഥി പഠിക്കുന്ന സ്കൂളിൽ അവന്റെ ഇമ്മീഡിയറ്റ് ഗോൾ എന്താ? നല്ല മാർക്കോടെ പാസ്സാവണം, നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടണം, അവിടെ നല്ല കമ്പനിയിൽ ജോലി കിട്ടണം, അല്ലേ? ശരിയല്ലേ? അത് ഇമ്മീഡിയറ്റ് ഗോളാ. പിന്നെയോ വിവാഹം കഴിക്കണം, കുട്ടികൾ ഉണ്ടാവണം, വീട് വെക്കണം, കാറ് വാങ്ങണം. പക്ഷെ ഇതൊക്കെ മെയിൻ ഗോളല്ല, മനസ്സിലായില്ലേ? ഇതൊക്കെ ലൈഫിൽ ജീവിക്കാൻ ആവശ്യമുള്ളൂ. പക്ഷെ ജീവിക്കണം എന്തിനാ? ഇതാണ് ചോദ്യം നമ്മുടെ.
ജീവിക്കാൻ ഇതൊക്കെ വേണം. ജീവിക്കണം ഇതിന് വേണ്ടിയിട്ടാണോ? വീടിന് വേണ്ടിയാണോ ജീവിക്കണത്? നിങ്ങൾ നോക്കൂ, ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണോ, മക്കൾക്ക് വേണ്ടിയിട്ടാണോ, വീടിന് കാറിന് വേണ്ടിയിട്ടാണോ, പണത്തിന് വേണ്ടിയിട്ടാണോ? ആണോ? ആണെങ്കിൽ അത് കിട്ടിയാൽ നമ്മൾ ഫുൾഫിൽഡ് ആവണില്ലല്ലോ. അപ്പൊ ആത്യന്തിക ജീവിത ലക്ഷ്യം ആണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളതൊന്നും വേണ്ടെന്നല്ല പറഞ്ഞത്. തീർച്ചയായിട്ടും ജീവിതത്തിൽ സാഡ്നെസ് വേണം, അപ്പോഴേ നമുക്ക് ഹാപ്പിനെസിനെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്കത് ഇഷ്ടം പോലെ ഒരു എഫർട്ട് ഇല്ലാതെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടല്ലോ ജീവിതത്തിലെ, ഈശ്വരൻ തരണ്ടല്ലോ. ദുഃഖം സുഖം മാറി ഒന്ന് മാത്രം ഉണ്ടാക്കിയാൽ നമ്മൾ അന്വേഷിക്കില്ല സത്യത്തെ. രണ്ടുണ്ടാവുമ്പോഴാണ് നമ്മൾ അന്വേഷിക്കുക. അതിന് രണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരി, സംശയം ഓക്കെ ആണോ ചേട്ടാ? ചേട്ടാ മ്യൂട്ടിലാണ്. ജയകൃഷ്ണൻ കൈ പൊക്കിയിട്ടുണ്ടോ? ചോദിച്ചോളൂ. നമസ്തേ സ്വാമിജി, വളരെ നന്ദി കുറച്ച് സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. സ്വാമിജി, ഹരിനാമ കീർത്തനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ അതില് എഴുത്തച്ഛന്റെ പ്രസിദ്ധമായ ഒരു വരിയുണ്ടല്ലോ, ഒന്നായ നിന്നെ ഈ രണ്ടെന്നു കണ്ടൽ. അപ്പൊ ഈ ഒരു ആശയത്തിന്റെ ഈ ഒരു ആശയം നമ്മളെ ബോധിപ്പിക്കാനാണോ സ്വാമിജി ഭാഗവതത്തിൽ കുചേല ബ്രാഹ്മണന്റെ കഥയുണ്ടല്ലോ. അപ്പൊ കുചേല ബ്രാഹ്മണൻ സന്ദീപനി മഹർഷിയുടെ ശിഷ്യനായിരുന്ന സമയത്ത് കൃഷ്ണന്റെ സമീപസ്ഥനായിരിക്കുകയും പിന്നീട് ആ ഒരു വേർപാടിൽ ദാരിദ്ര്യം അനുഭവിക്കുകയും പിന്നീട് വീണ്ടും ദ്വാരകാധീശനിലേക്ക് എത്തുകയും ചെയ്യുന്ന അങ്ങനെ വായിക്കുന്ന ഒരു അതിവായനയാണോ സ്വാമിജി? അല്ല, അവിടെ അതല്ല സന്ദർഭം. ഒന്നായ നിന്നെ രണ്ടെന്ന് കണ്ടളെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് ആദിയില് ഏകമായ പരബ്രഹ്മം പരമാത്മ ഭഗവാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഉപനിഷത്തിന്റെ ഭാഷയിൽ പറഞ്ഞ ഭഗവാൻ എന്നും കൂടി പറഞ്ഞിട്ടില്ല. ഭാഗവത്തിലാണ് അഹമേവാസമേവാഗ്രേ എന്നൊക്കെ ഭഗവാൻ പറയുന്നത്. ഉപനിഷത്തിന്റെ ഭാഷയിൽ വളരെ സയന്റിഫിക് ആണ് ഉപനിഷത്ത്. ഉപനിഷത്ത് പറഞ്ഞു സദൈവ സൗമ്യ ഇതമഗ്രേ ആസീൻ. There was existence and existence alone existed എന്നാണ്. എല്ലാത്തിനും മുൻപ് ബിഗിനിങ്ങിൽ എന്തുണ്ടായി? എക്സിസ്റ്റൻസ് ഉണ്ടായി. എവറിഥിങ് കെയിം ഫ്രം എക്സിസ്റ്റൻസ്. എക്സിസ്റ്റൻസ് നിലനിൽക്കണു. ആ വ്യത്യസ്ത നാമരൂപങ്ങളായി പലതായി പ്രകടമാകുമ്പോഴും അത് ആ എക്സിസ്റ്റൻസ് ആ പരമാത്മ തന്നെയാണ്. പക്ഷെ സൃഷ്ടിയും നീയാണ്, സൃഷ്ടാവും നീയാണ്, സൃഷ്ടിക്കുള്ള സാമഗ്രി നീയാണ്. പക്ഷെ സൃഷ്ടിയായി കഴിയുമ്പോ എന്തായി? നമ്മള് ആ സൃഷ്ടാവിനെ മറന്ന് സൃഷ്ടാവാണ് സൃഷ്ടിയായിരിക്കണമെന്ന് മറന്ന് ഇവിടെ പലതുണ്ട്. സൃഷ്ടാവിന് ഭിന്നമായി ജഗത്തുണ്ട്, സൃഷ്ടാവിന് ഭിന്നമായി ഞാനുണ്ട് എന്നുള്ള തോന്നൽ വരുന്നില്ലേ? അതാണ് ഇണ്ടൽ, ദുഃഖം. ഈ ഭേദബുദ്ധിയാണ്. അത് ഡ്യൂ ടു അജ്ഞാനം തന്നെ. അതാണ് കാരണം. കുചേലന്റെ കഥ അതല്ല. കുചേലന്റെ കഥ പറയുന്നത് നമ്മൾക്ക് കുചേലനും അർജുനനും കുചേലനും കൃഷ്ണനും ബലരാമസ്വാമിയും കൂടി കാട്ടിൽ പോയ സമയത്ത് കുചേല പത്നി അവർക്ക് അവര് കൊടുത്തയച്ചിരുന്നാ പറയുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടെ എന്ത് ചെയ്തു? കൃഷ്ണൻ വെള്ളം കൊണ്ടിരുന്നു പറഞ്ഞു. കൃഷ്ണൻ ഇറങ്ങിയ സമയത്ത് കുചേലൻ എന്ത് ചെയ്തു? അത് ഒറ്റയ്ക്ക് തിന്നു, ആർക്കും കൊടുക്കാതെ. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ ഫലമായിട്ട് ദാരിദ്ര്യം ഉണ്ടാവേണ്ടി വന്നു. ആ കടം വീട്ടാൻ ഒരു പിടി അവര് തിരിച്ചു കൊണ്ടുകൊടുത്ത സമയത്ത് ആ കർമ്മബന്ധം തീർന്നു. അപ്പൊ അദ്ദേഹത്തിന് ദാരിദ്ര്യം തീർന്നു എന്നാണ് കഥ. അത് ഒന്നായി നീന്നെ രണ്ടായ കണ്ടതും ഈ കുചേലന്റെ ആഗമനം വേർപിരിഞ്ഞതും കൂടിച്ചേരലും തമ്മിൽ യാതൊരു ബന്ധമില്ല. അത് വേറെ കോണ്ടാക്സിലാണ്, അതിന് വേറെ അർത്ഥമുണ്ട്. ഒന്നായതിൻ്റെത് ഈ വേദാന്തത്തിന്റെ ദൃഷ്ടിയാണ് നമ്മളിപ്പോ കണ്ടതില്ല. ഈ കാണുന്ന നാനാത്വ പ്രപഞ്ചം കാണുമ്പോഴും ഈ നാനാത്വം ഒരേ ഒരു സത്യസ്വരൂപത്തിന്റെ ആവിർഭാവമാണ് എന്ന് കാണണം. നമ്മുടെ ഈ പ്രപഞ്ചത്തെ വിരാട് പുരുഷനായി ഈശ്വരന്റെ പ്രകട ശരീരമായിട്ടാണ് പറയുന്നത്. സഹസ്രനാമത്തിൽ എന്താ പറയണേ? വിശ്വം വിഷ്ണു എന്നാ. എന്താണ് വിശ്വം? വിഷ്ണുവാണ് വിശ്വം. വിശ്വവും വിഷ്ണു രണ്ടല്ല. അതാണ് ഭഗവാന്റെ ശരീരമാണ് ഈ പ്രപഞ്ചം എന്നാണ്. ആ പ്രപഞ്ചത്തിലെ ഓരോന്നും ഭഗവത് സ്വരൂപം തന്നെ. അത് മറന്ന് വേറെ, ഭഗവാൻ വേറെ, ഞാൻ വേറെ, ഈ ലോകം വേറെ എന്ന് കാണുന്നതാണ് ഇണ്ടലിന്, ദുഃഖത്തിന് കാരണം. ഇനി എന്ത് ചെയ്യണം? അത് പോണെങ്കിൽ പണ്ടേ കണക്കെ പണ്ട് നീ ഒന്ന് ഇനിയായിരുന്നു. ഭഗവാൻ പറയണ്ട, സൃഷ്ടിക്ക് മുമ്പ് ഞാനേ ഉള്ളൂ, സൃഷ്ടിക്ക് ശേഷം എല്ലാം ആയിരിക്കണം ഞാനാണ്. ഇനി പ്രളയത്തിന് ശേഷം ഇതൊക്കെ ഇല്ലാണ്ടാവുമ്പോൾ ശേഷിക്കുന്നതും ഞാൻ തന്നെയാണ് എന്ന് പറയുന്നത് അർത്ഥം. ആദിയിലും അന്തത്തിലും ബിഗിനിങ്ങിലും എൻഡിലും എന്താണുള്ളത്? അതല്ലേ മിഡിലും ഉണ്ടാവാൻ പറ്റുള്ളൂ. അതല്ലേ ലോജിക്ക്. അപ്പൊ ബിഗിനിങ് ഭഗവാനേ ഉള്ളൂ, എൻഡിലും ഭഗവാനേ ഉള്ളെങ്കിൽ മിഡിലിൽ ഭഗവാനല്ലാതെ ഭഗവാൻ വേറിട്ട് ഞാനോ നിങ്ങളോ ആവുന്ന ഈ ലോകം ഉണ്ടാവാൻ പറ്റുമോ? ഉണ്ടാവാൻ പറ്റില്ല. പക്ഷെ ഉണ്ടെന്ന് ഇപ്പൊ തോന്നുന്നു നമുക്ക്, ഡ്യൂ ടു ഇഗ്നോറൻസ്. അതാണ് ദുഃഖത്തിന് കാരണം. അതാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് അജ്ഞാനം നീങ്ങി എല്ലാത്തിലും നിന്നെ കാണാറാകണം. അതാണ് നമ്മുടെ എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നത്. ഈശാവാസമിതം സർവം, ഒക്കെ ഈശ്വരനാണ്. സർവം വിഷ്ണുമയം ജഗത്, ഒക്കെ വിഷ്ണുമയമാണ്. വാസുദേവ സർവമിതി ഗീതയിൽ ഭഗവാൻ പറയും ഇതെല്ലാം വാസുദേവനാണ്. എല്ലായിടത്തിനും പറഞ്ഞിട്ടുണ്ട് ഒരേ ആശയ. വേദത്തിൽ പറഞ്ഞു പുരുഷ ഏവ ഇതകും സർവം, ഇതെല്ലാം പരമപുരുഷൻ തന്നെ, ആ പുരുഷോത്തമ ഭഗവാൻ തന്നെ. ഈ സത്യം തിരിച്ചറിയണം നമ്മൾ. ഓക്കെ.
താങ്ക് യു സ്വാമിജി. അടുത്ത സുധ ചേച്ചി ചോദിച്ചോളൂ. ഹലോ സ്വാമിജി, എൻ്റെ പേര് സുധ. ഞാൻ മറ്റേ പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രിൻസിപ്പൾ ആയിരുന്ന ബാലകൃഷ്ണൻ പണിക്കരുടെ മകളാണ്. ഓ ശരി ശരി. അച്ഛനെയും ബ്രദറെയൊക്കെ എനിക്കറിയാം. അതെ, ഞങ്ങള് അവിടെ വന്നിട്ടുണ്ടായിരുന്നു, പണ്ട് കണ്ടിട്ടുണ്ടോ സ്വാമിജി? എന്റെ ചോദ്യം ഇതാണ്. സ്വാമിജി പറഞ്ഞല്ലോ നമ്മൾക്ക് വേക്കിംഗ് സ്റ്റേജിലാണ് ഞാൻ എന്നുള്ള ഒരു സ്വയം ഞാനാണ് എന്നുള്ളൊരു ഇതുള്ളതെന്ന് പറഞ്ഞല്ലോ. സ്വപ്നത്തിലും സുഷുപ്തിയിലും നമ്മൾ ആരാണെന്ന് നമുക്ക് അറിയുന്നില്ല അല്ലെ, നമ്മളൊരു വിറ്റ്നസ് ആയിട്ടാണ് വരുന്നത്. അപ്പോ അങ്ങനെ ഞാൻ എന്നുള്ള എന്റെ ചൈതന്യം ഞാൻ ആണെന്നുള്ളത് അറിയാനുള്ള എങ്ങനെയാണ് അത് സാധിക്കുക? സാധാരണക്കാരിയായ എന്നെ പോലെ ഒരാൾക്ക് അതിന് ഞാൻ എന്ത് ചെയ്യണം? ജീവിതത്തെ അപഗ്രഥിക്കണം. ഇപ്പൊ പറഞ്ഞില്ലേ, ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും സാക്ഷി മാത്രമാണ് ഞാൻ. ജാഗ്രത സ്വപ്നത്തിലും ഉറക്കത്തിലും മാത്രമല്ല, ജാഗ്രതത്തിൽ വരുന്ന ഓരോ ചിന്തയും വന്നു പോണത് ആരാ കാണുന്നത്? ഞാനല്ലേ. ഞാൻ പറഞ്ഞു ഐ ആം ഹാപ്പി, കുറച്ച് പറഞ്ഞു ഐ ആം ഹാപ്പി. ഈ ഹാപ്പിനെസ് ഇസ് ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അല്ലേ? സുഖം സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്, ദുഃഖം സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. സ്റ്റേറ്റ് ഓഫ് മൈൻഡ് മനസ്സിന്റെ മൂഡ് അനുസരിച്ച് മാറും. പക്ഷെ ആ ചേഞ്ച് ഓഫ് മൈൻഡ്, സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെയും ആ മൂഡ്സിനെയും അറിയുന്ന ആളാരാ? ഞാനാ. ഇങ്ങനെ വിചാരം ചെയ്ത് നോക്കണം. ജാഗ്രതയിലേക്ക് വിചാരം ചെയ്യാൻ പറ്റുള്ളൂ, മറ്റു രണ്ടവസ്ഥയിൽ വിചാരം ചെയ്യാൻ പറ്റില്ല. അപ്പോ ഇപ്രകാരം വിചാരം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഇതിൽ നിന്ന് വിലക്ഷണനാണ്. ഞാൻ ഈശ്വരൻ, ഐ എം ഓൺലി ആൻ ഓൺ ലുക്കർ, ഐ എം ഓൺലി എ വിറ്റ്നസ് ഓഫ് ദിസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദാറ്റ് മൈൻഡ് എന്നുള്ളത് മനസ്സിലായില്ലേ? പിന്നെ അത് ആദ്യം ഇന്റലക്ച്വൽ ആണ് ആ അറിയല്. പിന്നെയോ അതിനെ നിരന്തരം മനനം ചെയ്യണം, ദെൻ അതിനെ ധ്യാനിക്കണം. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രവണവും മനനവും ധ്യാനവുമാണ് ഇത് ഉറയ്ക്കാനുള്ള വഴി. ധ്യാനത്തിലൂടെ മാത്രമേ നമുക്കത് അനുഭവമുള്ളൂ. നമ്മുടെ അമ്മയൊക്കെ ദിവസം ധ്യാനിച്ച ആ തലയിൽ എത്തിയിരിക്കുന്ന അമ്മയാ. രാധകുട്ടിയുടെ അമ്മയൊക്കെ ഉണ്ടല്ലോ, ആ ബ്രഹ്മനിഷ്ഠയിലിരിക്കുന്ന അമ്മയാ. എനിക്കറിയാം സാധിക്കും, ഇത് സാധിക്കുന്നുള്ള തെളിവാണ്. ഇതാ ഒരു ഗൃഹസ്ഥ അമ്മയാണ് അമ്മ ഇരിക്കുന്നത്. അത്ര പ്രായമായ അമ്മ. എനിക്ക് പോലും ഗുരുവാണ് അമ്മ, അറിയോ? എനിക്ക് അത്രയും ബഹുമാനാണ് അമ്മയോട്. അതുകൊണ്ട് അപ്പോ സാധിക്കും. ആ അമ്മയുടെ ഗുരു ഗൃഹസ്ഥയായിരുന്നു, മനസ്സിലായോ? അവര് ഗൃഹസ്ഥയായിരുന്നു, രമാദേവി അമ്മ. അവര് ഗൃഹസ്ഥരെങ്ങനെ ഈ ബ്രഹ്മനിഷ്ഠ, ഈ സത്യം, നമ്മുടെ സ്വരൂപം സാക്ഷാത്കരിച്ച് നമുക്ക് ഓരോരുത്തർക്കും സംസാരത്തിന് മോചനം നേടാമെന്ന് ഇവരൊക്കെ പഠിപ്പിച്ചു. ഇവരൊക്കെ 5 തലമുറകളെ ഈ അമ്മ എന്നോട് പറഞ്ഞിട്ട്. അതിൽപ്പെട്ടതാണ് ഈ രാധകുട്ടി. അപ്പൊ സാധിക്കുന്നത് തെളിവാണിത്. നമ്മുടെ എത്ര ആൾക്കാരുണ്ട് മഹാന്മാര്. ഇപ്പൊ അതിന് നിങ്ങൾ സന്യാസിയാവണമെന്നല്ല, അതിന് നിങ്ങൾ ഒന്നും വിട്ടുപോകേണ്ട ആവശ്യമില്ല. അതിനുള്ള എളുപ്പ വഴിയാണ് കൃഷ്ണ ഭഗവാൻ ഗീതയിൽ പറഞ്ഞു തരുന്നത്. മാമനുസ്മര യുജ്യജ. ഈ ലോകത്തിൽ ജീവിക്ക്. നീ എന്തെല്ലാം യക്കരോഷി യദർശനാസി യജ്ജോഷി ദദാസിയത് യത്തപസ്യസി കൗന്ദേയ തത്പുരുഷ മതർപ്പണം. നീ എന്ത് ചെയ്യാ? നീ ചെയ്യണതെല്ലാം, കാണുന്നതും കേൾക്കുന്നതും ഉണ്ണുന്നതും ഉറങ്ങുന്നതും ഒക്കെ എന്നെ ഓർമ്മിച്ചുകൊണ്ട്, ഞാനാണ് നിന്റെ ഉള്ളിൽ അന്തര്യാമിയായിരിക്കൊണ്ടാ നീ ഉള്ളത്, നിനക്ക് ജീവനുള്ളത്. എന്നെ ഓർമ്മിച്ചുകൊണ്ട് എന്റെ ആരാധനയാണ്, എന്റെ പൂജയാണെന്ന ഭാവത്തിൽ എന്നിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യൂ. അപ്പൊ നമ്മുടെ മനസ്സിലെ വാസനകൾ നീങ്ങി മനസ്സ് ശുദ്ധമാകും. ഒരു ഭാഗം നമ്മൾ പറഞ്ഞോളൂ സമയത്തിന്റെ പരിമിതി കൊണ്ട്. പ്യൂരിറ്റി ഓഫ് മൈൻഡ് ഈസ് വെരി 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 നെസസറി. മനസ്സ് ശുദ്ധമാകാതെ ഈ അറിവ് നമ്മൾ ഉറക്കില്ല. എന്തുകൊണ്ട്? ഒരു പാത്രത്തിൽ നമ്മൾ പാല് വാങ്ങി വെച്ചു, പാല് കുറച്ച് കഴിയുമ്പോൾ പിരിഞ്ഞുപോയി, നല്ല പാലാവുന്നത്. എന്താ കാരണം? പാത്രം നല്ലവണ്ണം കഴുകിയുണ്ടായില്ല. മനസ്സിലായില്ലേ? ഇതുമാതിരി ഈ അറിവ് നേടുന്ന പാത്രം നമ്മുടെ മനസ്സാണ്. അത് പ്യൂർ ആവണം. മനസ്സിലായില്ലേ? ആ മനസ്സിനെ ശുദ്ധമാക്കുമ്പോഴാണ്, ശുദ്ധ മനസ്സിലാണ് ഈ ആത്മബോധം ഉറക്കുക. ഞാൻ ആത്മാവ്, ഇപ്പൊ ശരീരമാണ് ഞാനെന്നത് സഹജമായിട്ടുണ്ട് നമ്മുടെ ഉള്ളിൽ അല്ലേ? ആ ഒരു ഉറപ്പ് ഇതുപോലെ സഹജമായി തീരണം, നാച്ചുറലായി തീരണം. ഐ ആം ദ സെൽഫ് എന്നുള്ളത്, ഐ ആം ദ സാക്ഷി വിറ്റ്നസ് ഇൻ കോൺഷ്യസ്നസ് എന്നുള്ളത്. മനസ്സിലായോ? ശാസ്ത്രം പറയണു അഹം സാക്ഷീതി യോ വിദ്യാത് വിവിച്യ ഏവം പുനഃപുനഃ സയേവ മുക്തഃ സോ വിദ്വാൻ ഇതി വേദന്തടിണ്ടിമഃ. സർവ അധ്യാത്മശാസ്ത്രങ്ങളും പെരുമ്പറ കൊട്ടി പറയണെന്താ? ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ വേർതിരിച്ച് ഞാൻ ദ്രഷ്ടാവായ ഈ ആത്മതത്വമാണെന്ന്, ആ സാക്ഷിയാണെന്ന് ആർക്കുറപ്പ് വന്നോ അവൻ തന്നെ മുക്തൻ, അവൻ തന്നെ വിദ്വാൻ. ആ അറിവ് ഒരു പാന്റും കോട്ടും ഷൂട്ടും ഇട്ട് നടക്കുന്ന ഒരു ഇൻഡസ്ട്രിയലിസ്റ്റിന് ഉണ്ടാവാം, ഐടിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കുണ്ടാവാം, സാധാരണ വീട്ടമ്മയ്ക്ക് ഉണ്ടാവാം. എന്തേ വേണ്ടു? മനഃശുദ്ധി മാത്രമേ വേണ്ടൂ. മനഃശുദ്ധിക്കാണ് നമ്മളെ ഇന്ന് എല്ലാ അനുഷ്ഠാനങ്ങളും സാധനങ്ങളും. അതെല്ലാം നിഷ്കാമമായി ഈശ്വരാർപ്പണമായി ചെയ്താൽ മനഃശുദ്ധി ഉണ്ടാവും. മനസ്സ് ശുദ്ധമാവും കണക്കെ ഈ അറിവ് നമുക്ക് ഉറച്ചു വരികയും ചെയ്യും.
അതാണ് വഴി. എല്ലാവർക്കും ഇത് നിങ്ങൾ സാധാരണക്കാരെന്നില്ല, ഇതെല്ലാ സാധാരണക്കാരന് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? എക്സ്ട്രാ ഓർഡിനറി ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല. അതുകൊണ്ടാണ് ഗീത ധർമ്മപുത്രന് ഉപയോഗിക്കാതെ അല്ലെങ്കിൽ വേറെ ഒരാൾക്ക് ഉപയോഗിക്കാതെ കർമ്മരംഗത്ത് പതറിപ്പോയ അർജുനന് ഉപദേശിച്ചത്. അർജുനെ താൻ തെരഞ്ഞു പിടിക്കാൻ എന്താ കാരണം? വേറെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തുകൂടായിരുന്നു? അല്ലെങ്കിൽ എത്രയോ പീസ്ഫുൾ ആയിരുന്ന കൃഷ്ണന്റെ കൂടെ സഞ്ചരിച്ച സമയം ഉണ്ടായിരുന്നു, അപ്പൊ പറഞ്ഞു കൊടുക്കായിരുന്നില്ലേ? ദിസ് ഇസ് റൈറ്റ് ടൈം, ഈ നീഡ് ദിസ് അഡ്വൈസ്. മനസ്സിലായോ? അപ്പൊ യുദ്ധരംഗത്ത് കർമ്മരംഗത്ത് ഇത്തങ്ങനെ സന്ദർഭത്തിൽ പോലും പ്രായോഗികമാണ് നമ്മുടെ ആധ്യാത്മികത എന്നാണ് ഗീത പഠിപ്പിക്കുന്നത്, കൃഷ്ണൻ പഠിപ്പിക്കുന്നത്. ഒരു ഗുരുവൻ ചിന്മയാന സ്വാമി പറയും മാർക്കറ്റ് പ്ലേസിലും ഇത് പ്രായോഗിക അല്ലെങ്കിൽ ഇത് പ്രായോഗികമല്ല. മനസ്സിലായോ? ഏത് പ്ലേസിലും പ്രായോഗികമാണ്. എന്താണ് സ്പിരിച്വാലിറ്റി? സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ പേര് മാറ്റലോ വസ്ത്രം മാറലോ ഒന്നുമല്ല, ആശ്രമം മാറലോ എന്നല്ല. ദി ചേഞ്ച് ഓഫ് വിഷൻ, ആറ്റിറ്റ്യൂഡ് മാറില്ല. മനസ്സിലായോ? ഞാൻ ചെയ്യുന്നതിന് പകരം ഭഗവാൻ ചെയ്യിക്കുന്നു, എനിക്ക് വേണ്ടി ചെയ്യുന്നതിന് പകരം ഭഗവാന് വേണ്ടി ഞാൻ ചെയ്യുന്നു എന്ന ഭാവന വന്നാലും അതൊക്കെ സ്പിരിച്വൽ സാധനയായി, മനഃശുദ്ധിക്കുള്ള മാർഗമായി. അത് വരുന്തോറും നമുക്ക് തുറച്ചു വരും. ഇതാണ് അതിനുള്ള ഉത്തരം. സ്വാമിജി, അപ്പം അറ്റാച്ച്മെന്റുകൾ പാടില്ല എന്നാണോ സ്വാമിജി പറയുന്നത്? അറ്റാച്ച്മെന്റ് പാടില്ല നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അറ്റാച്ച്മെന്റ് ഈസ് ഓൾറെഡി ദെയർ. അത് നമ്മൾ പോവാൻ പറഞ്ഞാൽ പോവില്ല. അത് നമ്മുടെ മനസ്സ് വാസനകൾ ഉള്ളിലുള്ളതുകൊണ്ടാണ് അറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ വാസനയെ ക്ഷയിപ്പിച്ചുകൊണ്ടിരണം. വാസനയെ ക്ഷയിപ്പിക്കാനാണ് ഭഗവതർപ്പണമായി കർമ്മങ്ങൾ ചെയ്യൂ എന്ന് ഭഗവാൻ പറയണത്. അത് ചെയ്യും തോറും വാസന ക്ഷയിക്കും. വാസന ക്ഷയിക്കും തോറും ഈ ഇതിന്റെ നശ്വരത മനസ്സിലാവും. നമുക്ക് സ്വയം ബോധ്യപ്പെട്ട് സ്വയം തനത്താനെ ഉള്ളിൽ നിന്ന് പോകേണ്ടതാ. അല്ലാണ്ട് നമുക്കായിട്ട് ഉപേക്ഷിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അറ്റാച്ച്മെന്റ് നമുക്ക് വിടാൻ പറ്റില്ല. അത് ഫിസിക്കലാണെങ്കിൽ വിടാം, ഫിസിക്കൽ അല്ലല്ലോ, ഇതൊരു മെന്റൽ ഫീലിംഗ് അല്ലേ ഇത്. ഇനി ആർക്കെങ്കിലും ചോദ്യം ഉണ്ടോ? ചോദിക്കാനുള്ളവർ വീണ്ടും ഒരു സമയമുണ്ടോ ജി? സമയം ഉണ്ടെങ്കിൽ ഒരു ചോദ്യം കൂടെ. അല്ല, ഒരു ചോദിക്കാത്തവരും വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരാം. ഇനി ആർക്കെങ്കിലും വേറെ ആർക്കെങ്കിലും ചോദിച്ചവരോടെ നിൽക്കും, ഒരു മിനിറ്റ്. ചോദിക്കാത്തവർക്ക് ആർക്കെങ്കിലും ഉണ്ടോ ചോദ്യങ്ങള്? ഇല്ല, ചോദിച്ചോളൂ ജയ്. സ്വാമിജി, എന്റെ ചോദ്യം നാരദരെ കുറിച്ചാണ്. അപ്പോ ഭാഗവതത്തിൽ ഒരു പരാമർശം ഉണ്ടല്ലോ, നാരദർ യമുന നദിക്കരയിൽ ഭക്തി ഒരു അമ്മയുടെ രൂപത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പറയുന്നുണ്ടല്ലോ. അതിലൂടെയാണ് ഭാഗവതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതുപോലെ വാൽമീകി രാമായണം മൂലവും യഥാർത്ഥത്തിൽ നാരദരാണ് വാൽമീകി മഹർഷിക്ക് ആദ്യം ഉപദേശിക്കുന്നതെന്നും കേട്ടിട്ടുണ്ട്. അപ്പോ നമുക്ക് ഹിന്ദുക്കളായിരിക്കുന്നതിന് കടപ്പെട്ടിരിക്കുന്നത് അങ്ങേപോലുള്ള സന്യാസി വൈദ്യന്മാരാണ്. അതുപോലെ തന്നെ ഋഷിമാരിൽ എനിക്ക് തോന്നുന്നത് നാരദരോട് വലിയൊരു കടപ്പാട് നമുക്ക് വേണ്ടതുണ്ട്. പക്ഷെ പിന്നീട് വന്ന സാഹിത്യങ്ങളിലൊക്കെ എങ്ങനെയാണ് നാരദന്റെ ഒരു വേറൊരു രീതിയിലാണല്ലോ നാരദരെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അതൊരു വലിയൊരു അനീതിയല്ലേ സ്വാമിജി, നാരദർ എന്ന് പറയുന്ന ഒരു വലിയൊരു ഋഷിയോട് നമ്മൾ കാണിക്കുന്നത്? നമ്മുടെ അധ്യാത്മ സാഹിത്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗുരുവാണ് നാരദ മഹർഷി. നാരദൻ എന്ന വാക്കിന്റെ അർത്ഥം നാരം ദദാതി ഇതി നാരദഃ, നാരം ച ആത്മജ്ഞാനം. ആത്മജ്ഞാനത്തെ കൊടുക്കുന്ന ഗുരുനാഥനാണ് നാരദൻ. പക്ഷെ അത് അറിയാത്തത് കൊണ്ട്, നമ്മുടെ ശാസ്ത്രങ്ങൾ പഠിക്കാത്തത് കൊണ്ട്, നാരദന്റെ മഹത്വം മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മൾ ലോക്കൽ ഭാഷയിൽ നാരദൻ എന്ന് പറഞ്ഞാൽ ഏഷണിക്കാരൻ എന്നാണ് പറയുന്നത്. നാരദന്റെ പണിയെടുക്കണ്ട, നാരദൻ വരണ്ട, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് നാരദനെ അവമാനിക്കുക, എന്താ പറയാ, ഗുരുനിന്ദ പറ്റിയാണ് നമുക്ക് ചെയ്യുന്നത്. എന്താ കാരണം? അറിവില്ലായ്മ കൊണ്ട്. അതാണ് നാരദൻ സനൽകുമാര മഹർഷി എന്നാണ് ഉപനിഷത്ത് പഠിക്കുന്നത്. മനസ്സിലായോ? ഛാന്തോഗ്യോപനിഷത്ത് പോകുന്നു. ഛാന്തോഗ്യോപനിഷത്തില് സനൽകുമാര മഹർഷിയുടെ അടുത്ത് നാരദൻ പോയി പറയേണ്ടത്, ഞാൻ എന്തൊക്കെയോ പഠിച്ചു, പക്ഷെ എനിക്ക് ശാന്തി കിട്ടിയിട്ടില്ല, സമാധാനം കിട്ടിയിട്ടില്ല എന്ന്. എന്നിട്ട് അവിടെ ഭൂമാവിദ്യ പഠിപ്പിക്കുക, ആ ബ്രഹ്മവിദ്യയെ. സനൽകുമാര മഹർഷിയാണ് ഗുരു. അപ്പൊ നാരദൻ അങ്ങനെയാണ്. നാരദൻ വ്യാസന്റെ ഗുരുവാണ്. ഭാഗവതം എഴുതാൻ വ്യാസന്റെ ഗുരു നാരദനല്ലേ? അതെ, നാരദൻ എല്ലാവർക്കും ഗുരുനാഥനാണ്. നാരദനെ കുറിച്ച് നമുക്ക് അറിയാത്തത് കൊണ്ട്, നാരദ ഭക്തി സൂത്രം എന്നൊരു സൂത്രം ഉണ്ടല്ലോ നമുക്ക് ഭക്തിയെ കുറിച്ച് അറിയാൻ വേണ്ടി. ആ നാരദൻ എന്തെല്ലാം ലോകത്തിന് സംഭാവന ചെയ്തിരുന്നു. നാരദ പഞ്ചരാത്രം ഭക്തിയെ സംബന്ധിച്ചൊരു ശാസ്ത്ര ഗ്രന്ഥമാണത്. അങ്ങനെ പലതും ഉണ്ട്. ഹിന്ദുക്കൾക്ക് എന്താ സംഭവിച്ചു വെച്ചാൽ നമ്മൾ നമ്മുടെ ഗ്രന്ഥങ്ങളൊന്നും പഠിക്കാൻ തയ്യാറില്ല. അതാണ് ശരി. സ്വാമിജി, ഈ ഭഗവത്ഗീതയില് നമ്മൾ ഈ അർജുനന് ഉപദേശം കൊടുക്കുന്ന സമയത്ത് അർജുനന്റെ ഒരു വികാരം കൂടുതലും, അല്ലെങ്കിൽ ഒരു കാരുണ്യം എന്നുള്ളൊരു വികാരമാണ് കൂടുതലായിട്ട് കാണുന്നത് അല്ലെ? പക്ഷെ പലയിടത്തും ഭഗവത്ഗീത ഞാൻ മുഴുവനും ഗ്രഹിച്ചിട്ടില്ല എങ്കിലും
ഒരു പലയിടത്തും പറയുന്ന ഒരു വാക്ക് കൃപയാണ് എന്നും പറയുന്നുണ്ട്. കൃപയാണോ കാരുണ്യമാണോ അവിടെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന വികാരം ഉപദേശത്തില്? അർജുനന്റെ കൃപ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്, പക്ഷെ അത് അസ്ഥാനത്ത് തോന്നിയതാണ്. മനസ്സിലായോ? അതായത് ഭീഷ്മർക്കോ ദ്രോണർക്കോ കൃപയുണ്ടായിട്ടില്ല, കാരുണ്യം തോന്നിയിട്ടില്ല. ആണെങ്കിൽ അവർ യുദ്ധത്തിന് തയ്യാറായി ശത്രുപക്ഷത്ത് അവിടെ അധർമ്മത്തിന്റെ ഭാഗത്ത് ദുര്യോധന്റെ ഭാഗത്ത് പോയി നിൽക്കില്ലല്ലോ. മനസ്സിലായോ? അർജുനൻ തന്നെ കുറച്ചു കഴിയുമ്പോ പറയുന്നുണ്ട്, കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമിത്വാം ധർമ്മ സമ്മൂഢചേത. കാർപ്പണ്യദോഷം വെച്ച കൃപണന്റെ സ്വഭാവം, പിശുക്കന്റെ സ്വഭാവം. എനിക്ക് എന്താണ് സത്യം, എന്താണ് അസത്യം, എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം എന്ന് വേർതിരിക്കാൻ കഴിയാത്ത രീതിയിൽ എന്റെ മനസ്സാകെ കുഴങ്ങിപ്പോയി. അതുകൊണ്ട് ഭഗവാനെ എനിക്ക് ശ്രേയസ് ഏതാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ അങ്ങേ ഗുരുനാഥനായി ആശ്രയിക്കുന്നു. അങ്ങ് എനിക്ക് നേർവഴി പറഞ്ഞു തന്നാലെന്നാ പറയണേ. അർജുനന് കൃപയുണ്ടായി എന്ന് പറയാം. കാരണം ബുദ്ധശനെ എങ്ങനെ കൊല്ലും, അല്ലെങ്കിൽ എന്നെ അസ്ത്രം അയ്യാൻ പഠിപ്പിച്ച ഗുരുനാഥനെ എങ്ങനെ കൊല്ലും, എന്റെ ബന്ധുമിത്രാദികളെ എങ്ങനെ കൊല്ലും, ഇതൊക്കെ മഹാപാപമല്ലേ എന്ന് തോന്നുന്നത് ഒരു കൃപയാണ്. പക്ഷെ വാസ്തവത്തില് ആ കൃപ ആ അർജുനന് ആ സമയത്ത് സ്ഥാനത്തോ അസ്ഥാനത്തോ ശത്രുക്കളെ ബന്ധുമിത്രങ്ങളായി തെറ്റിദ്ധരിച്ചു, അല്ലേ? പക്ഷെ അത് കൂടുതൽ കാരുണ്യം കൊണ്ടല്ലേ അതുണ്ടായത്, കരുണയല്ലേ തോന്നിയത്? കരുണ എന്ന് പറയാം നമുക്ക്. പക്ഷെ ആ കരുണ എന്ന് പറയാം. പക്ഷെ ആ കരുണ അസ്ഥാനത്തെ പല ആൾക്കാരും അർജുനൻ പറഞ്ഞതല്ലേ ശരി എന്ന് പറഞ്ഞ അർജുനന്റെ ഭാഗം പിടിക്കാറുണ്ട്. മനസ്സിലായോ? പക്ഷെ അതിനാണ് 1-ാം അധ്യായത്തിലെ പശ്ചാത്തലം മനസ്സിലാക്കേണ്ടത്. അർജുനൻ ഇവിടെ യുദ്ധം ധർമ്മവും അധർമ്മവും തമ്മിലാണ്. അതുകൊണ്ടാണല്ലോ ഭാരത യുദ്ധത്തില് അസ്ത്രം എടുക്കില്ല എന്ന് പറഞ്ഞ ഭഗവാൻ അർജുനൻ അസ്ത്രം എടുത്തൂലോ, അല്ലേ? 2 പ്രാവശ്യം ഭീഷ്മരെ കൊല്ലാൻ അസ്ത്രം എടുത്തു. ഭഗവാൻ പറയാണ്, ഭീഷ്മര് ഒരാളുകാരനാണ്, ഭീഷ്മർ തന്റെ വാക്കിൽ കുടുങ്ങി, താൻ സത്യം ചെയ്തു, താൻ രാജാവില്ല എന്ന്. അതിൽ മുറുകി പിടിച്ചതുകൊണ്ടാണ് ഈ യുദ്ധം ഉണ്ടായത്, ഇത്ര അധർമ്മങ്ങൾ നടന്നത്. കാരണം എത്രയോ അവസരം ഭീഷ്മർക്ക് അച്ഛൻ മരിച്ചതിന് ശേഷം രാജാവുണ്ടായിരുന്നു. അത് അദ്ദേഹം ആയിരുന്നെങ്കിൽ ഈ ദുര്യോധന്റെ കയ്യിൽ അധികാരം കൈവന്ന് ഇത്രയും കാര്യങ്ങൾ കുഴപ്പത്തിലാകുമായിരുന്നില്ല. അതുകൊണ്ടാണ് അറിഞ്ഞിട്ടും ധർമ്മത്തിന്റെ ഭാഗത്ത് നിൽക്കാതെ അധർമ്മത്തിന്റെ ഭാഗത്ത് നിന്നതിന്റെ ഫലമാണ് ഇത്ര വലിയ ഭക്തനാണ് ഭഗവാന്റെ വലിയ ഭക്തന, ഏകാന്ത ഭക്തനാ ഭീഷ്മര്. എന്നിട്ടും 10 ദിവസം ശരശയ്യയിൽ കിടക്കേണ്ടി വന്നില്ലേ? ഇത് ലോകത്തിന് ഭഗവാൻ തരുന്ന വലിയൊരു സന്ദേശമാണ്. ഭഗവാൻ എന്താ പറയണത്? എനിക്ക് വാക്കല്ല വലുത്. കൃഷ്ണൻ എന്നാണോ വാക്ക് മാറ്റി ലോകം പറഞ്ഞോട്ടെ കുഴപ്പമില്ല, എനിക്ക് ധർമ്മമാണ് വലുത്. ധർമ്മം രക്ഷിക്കാൻ ഞാൻ പുനഃസ്ഥാപനത്തിന് ഞാൻ വന്നിരിക്കുന്നത്. നീ അങ്ങനെ കണക്കാക്കിയില്ല. നീ ധർമ്മം എന്താ എവിടേക്ക് പോകട്ടെ, നിനക്ക് നിന്റെ വാക്ക് സത്യമാക്കണം. അതിലാ നീ ഉറച്ചു നിന്നത്. അതുകൊണ്ടാണ് ഇത്രയും അധർമ്മങ്ങളും നീ അധർമ്മത്തിന്റെ ഭാഗത്ത് നിൽക്കേണ്ടി വന്നത്. ഇതാണ് ഭഗവാൻ ഗീതയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ഭാഗവത്തിലൂടെ തന്നെ പഠിപ്പിച്ചു തരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അർജുനന്റെ കാരുണ്യാണ്. ആ കാരുണ്യം അസ്ഥാനത്ത് തോന്നിയ കാരുണ്യം. അതുകൊണ്ടല്ലേ ഭഗവാൻ അതിനെ ഭഗവത് ചുറക്കാഞ്ഞത്. താങ്ക് യു സ്വാമിജി. എല്ലാവർക്കും സന്തോഷം. നമസ്കാരം. ഇത്രയും നേരം ഞങ്ങളോട് ചെലവഴിച്ചതിലും നല്ലൊരു സന്ദേശമാണ് ഹുവാമൈ എന്ന് ചിന്തിക്കുക എന്നുള്ളത്. നമ്മൾ ഉപസംഹരിക്കുന്നതിന് മുമ്പ് ആർക്കെങ്കിലും അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ ഉണ്ടോ? ഇല്ല. രാധ ചേച്ചി ഒന്ന് ചോദിച്ചോട്ടെ. സ്വാമിജിയുടെ കാര്യം പിന്നെ സ്വാമിജി പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ ഒരു ഞാൻ ലൈഫ് ആൻഡ് വെഹിക്കിളിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പം സ്വാമിജി പറഞ്ഞു പാലും പാത്രത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇനി പാത്രം ഇംപ്യൂർ ആയിരിക്കാം പാല് കേടുവരാനായിട്ടേ, പാത്രം ഇംപ്യൂർ ആയിരിക്കാം പാല് കേടുവരാനായിട്ട്. പല സമയത്തും ദ സെൽഫ് ഇറ്റ് സെൽഫ് ഈസ് ഇംപ്യൂർ ബിക്കോസ് ഇൻകാർണേഷൻ നമ്മൾ പല വാസനകളും പല ലൈഫിൽ കൂടി അയാൾ കടന്നു വരുമ്പോഴും ആ വെഹിക്കിൾ ഇറ്റ് സെൽഫ് ഈസ് pretty okay, the body is okay, but the self is not good because the self has been through so many different ways with different walks of life. So the self might be pure, but ആ വാസനകൾ ഉള്ളത് കൊണ്ടും അല്ലേ പല ആൾക്കാരുടെ പേഴ്സണാലിറ്റി പല രീതിയിൽ വരുന്നത്. അതെ, ആകാശത്ത് നിന്ന് പെയ്യുമ്പോ അതിന് ഉത്തരത് ആകാശത്ത് നിന്ന് മഴ പെയ്യുമ്പോ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ആ വെള്ളം പല സ്ഥലത്തും കൂടെ ഒഴുകി അത് മലിനമായി ആയി അല്ലേ? പക്ഷെ ആ വെള്ളത്തെ നമുക്ക് വീണ്ടും തിളപ്പിച്ച് നീരാവിയാക്കി ഡിസ്റ്റിൽ ചെയ്തെടുത്താൽ വീണ്ടും പ്യൂർ അല്ലേ? ആ മാലിന്യങ്ങളെ ഇമ്പ്യൂരിറ്റിയെ മാറ്റാൻ പറ്റും. ഇതുമാതിരിയാണ് നമ്മളിലുള്ള ഇമ്പ്യൂരിറ്റിനെ മാറ്റാൻ പറ്റും. ആ ഇമ്പ്യൂരിറ്റിനെ മാറ്റാനാണ് സാധനങ്ങൾ, ഓൾ സ്പിരിച്വൽ പ്രാക്ടീസസ്. അതാണ് പറയണത്. അതാണ് പ്രധാനം. അതിൽ പ്രധാനം ഭഗവാൻ പറഞ്ഞത്
തസ്മാൽ സർവേഷു കാലേഷു മാമനുസ്മര യുജ. എല്ലാ സമയത്തും നീ എന്ത് ചെയ്യുമ്പോഴും എന്നെ മറക്കരുത്, എന്നെ സ്മരിച്ചുകൊണ്ട് എന്നിൽ അർപ്പിച്ചുകൊണ്ട് നിന്റെ ജീവിത വ്യാപാരങ്ങളൊക്കെ ചെയ്യൂ. അപ്പൊ എന്താവും? അത് ഇമ്പ്യൂരിറ്റി മാറ്റാൻ, ആ ഡിസ്റ്റിൽ ചെയ്തെടുക്കാനുള്ള വഴിയാണ്. ഈ ബോധം എന്ന് പറയുന്ന നമ്മുടെ ആത്മചൈതന്യം, അത് നമ്മുടെ മരണം അല്ലെങ്കിൽ ജഡത്തെ വിട്ടുപിരിയുന്ന സമയത്ത് അതിന് ശേഷം ഈ ബോധത്തിന് എന്ത് സംഭവിക്കുന്നു? ഈ ബോധം എങ്ങോട്ട് പോകുന്നു? ആക്ച്വലി ആകാശം ഇൻഫിനിറ്റ് എങ്ങും നിറഞ്ഞിരിക്കുന്ന ആകാശം ഒരു മുറി കുടത്തിന്റെ ഉള്ളില് ഉദാഹരണം എടുക്കുക. ഒരു കുടത്തിന്റെ ഉള്ളിൽ സ്പേസ് ഉണ്ട്, പോട്ട് സ്പേസ്. ഈ പോട്ട് ഉടയുമ്പോ ആ സ്പേസ്, ആ പോട്ടിന്റെ ഉള്ളിലുള്ള സ്പേസിന് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിക്കണം. മതിയാ, ഇത് സംഭവിക്കും. പോട്ടിന്റെ ഉള്ളിലുള്ള സ്പേസും വെളിയിലുള്ള സ്പേസും വേറെയാണോ? ഇല്ല. വേറെയാണെന്ന് തോന്നിയത് ഡ്യൂ ടു ദാറ്റ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ പോട്ടിന്റെ ആ പാത്രത്തിലോട്ടുള്ള താതാത്മ്യം കൊണ്ടാണ് അല്ലേ? അപ്പൊ വിചാരിക്കും അയ്യോ അത് പോകുമ്പോ ഞാൻ മരിക്കും, ഇനി വേറൊരു പോട്ടിൽ വരുമ്പോ ഞാൻ വേറെ പോട്ടിൽ ജനിച്ചു പോകുന്നു. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളുടെ സ്റ്റാൻഡ് പോയിന്റ് ആ 4 ആ പോട്ടിന്റെ പാത്രത്തിലാണ്. ഇതുമാതിരി നമ്മുടെ ഐഡന്റിഫിക്കേഷൻ ഈ പോട്ടാണ് ഈ ശരീരം, ആ ശരീരത്തിലാണ്. അപ്പൊ എന്താവും? ഈ ശരീരം ജനിക്കുന്നതോടും നമ്മൾ ജനിക്കുന്നു, ശരീരം മരിക്കുന്നതോട് മരിക്കുന്നു, വേറെ ശരീരത്തിൽ വരണു ഇപ്പോഴത്തെ കർമ്മത്തിനനുസരിച്ചിട്ട്. എന്നാൽ പ്യുവറായിട്ടുള്ള സാക്ഷിയായ ആത്മാവ് ഈ ശരീരത്തിന്റെ ഉള്ളിലല്ല. കാരണം മാറ്റങ്ങളെ അറിയുന്ന ആ ഞാൻ എന്ന ആ ശുദ്ധബോധം, ശുദ്ധ ചൈതന്യം മാറാത്തത് കൊണ്ട് കാലദേശാതീതമാണ്, ഇൻഫിനിറ്റ് ആണ്, അൺലിമിറ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞൂലേ? അതൊന്നേ ഉള്ളൂ, അത് സർവ്വവ്യാപിയാണ്. അത് ഓരോരോ ശരീരങ്ങളിലൂടെ പ്രകടമാകുള്ളൂ, അത് പലതല്ല, അതൊന്നാ. ഒരു കറണ്ട് എങ്ങനെയാ പല ബൾബിലൂടെ പ്രകടമാകുന്നത്? ഒരേ സ്പേസ് എങ്ങനെയാ, ഇൻഫിനിറ്റ് സ്പേസ് എങ്ങനെയാ പല മുറികളിലൂടെ പലതായിട്ട് പ്രകടമാകുന്നത്? ഇതുപോലെയുള്ളൂ. അപ്പൊ മുറികളൊക്കെ ഉടച്ചു കളഞ്ഞുകൊണ്ട് ആ മുറിക്കകത്തുള്ള സ്പേസിന് ഒന്നും സംഭവിക്കുന്നില്ല. ഇതുമാതിരിയാണ് ഈ ശരീരം പോകുമ്പോ ആ ബോധത്തിന് ഒന്നും സംഭവിക്കാത്തത്. പക്ഷേ ഈ ശരീരത്തെ ഞാനെന്ന് അഭിമാനിക്കുന്ന ജീവൻ, ജീവാത്മ, ശുദ്ധബോധമാണ്, സാക്ഷിയാണ്, ആത്മാവാണ് നാം. പക്ഷെ നമ്മൾ ഇന്ന് അതിനെ മറന്നിട്ട് എന്ത് ചെയ്യിക്കണു? ഞാൻ ഈ മനസ്സിലാണ് അല്ലെങ്കിൽ ഈ ശരീരമാണെന്ന് വിചാരിച്ച് ശരീര മനോബുദ്ധികളിൽ അഭിമാനിക്കുന്ന ഒരു പരിമിതനായ വ്യക്തിയായി, ഒരു ഇൻഡിവിജ്വാലിറ്റിയായി മാറി. അതിനാണ് ജീവത്വം, ജീവാത്മ എന്ന് പറയുന്നത്. ഇതാണ് ഈ ചെയ്ത പുണ്യപാപ കർമ്മ വാസനയ്ക്ക് അനുസരിച്ച് ട്രാൻസ്മിഗ്രേഷൻ. മനസ്സിലായില്ലേ? പോക്കും വരവായി കഴിയുന്നത്. എപ്പോ ആ ജീവൻ താൻ ഈ ശരീരാദികളല്ല, താൻ ഇതിനൊക്കെ സാക്ഷിയാണ്, ആയ ആത്മാവാണെന്ന് റിയലൈസ് ചെയ്യോ, അതോടെ ജീവൻ മുക്തനായി. ട്രാൻസ്മിഗ്രേഷൻ എൻഡ്സ്. ഇതാണ് സംസാരമോചനം. അപ്പൊ ജീവാത്മാവ് പരമാത്മാവ് ഒന്ന് തന്നെയാണ്. മരണത്തിന് ശേഷം ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുക എന്നുള്ള പ്രക്രിയകളൊന്നുമില്ല, രണ്ടും ഒന്നാണെന്ന് തന്നെ അല്ലെ? അതെ, എപ്പോഴും ഒന്നായിട്ട് ഇരുന്നിട്ടുള്ളൂ. രണ്ടെന്നുള്ളത് അജ്ഞാനം കൊണ്ടാണ്. നേരത്തെ പറഞ്ഞു ഒന്നായെന്ന് ഞാൻ രണ്ടെന്ന് നിന്ന് ഭിന്നനാണ് ഞാനെന്ന് വിചാരിച്ചു, അത് അജ്ഞാനം കൊണ്ട്. അതാണ് പറഞ്ഞത്, അജ്ഞാനനാശം ആത്മജ്ഞാനം കൊണ്ടേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വേറെ ഒന്നുകൊണ്ടും ഈ ദുഃഖം ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ, അല്ലെങ്കിൽ വേറെ അർജുനൻ ചോദിച്ചത് ഞാൻ യുദ്ധം ചെയ്യണോ ചെയ്യേണ്ടതെന്നാ. അതിനെക്കുറിച്ചല്ല ഉത്തരം പറഞ്ഞത്. നീ ആത്മാവാണ്, ആത്മാ ജനിക്കണില്ല മരിക്കണില്ല എന്ന് പറഞ്ഞിട്ട ഉപദേശം ആരംഭിക്കുന്നത് തന്നെ. എന്തിനാ സെൽഫ് നോളേജ് കൊടുത്തുകൊണ്ട് കൃഷ്ണൻ ഗീത ഉപദേശിച്ചത്? വേറെ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങാനില്ലേ? കാരണം ഇതൊന്നുകൊണ്ട് മാത്രമേ അർജുനന്റെ അടിസ്ഥാനമായ ക്ലേശം അല്ലെങ്കിൽ ദുഃഖം നീക്കാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കിക്കൊണ്ടാണ്. അതാണ് നമ്മുടെ കാര്യം. നന്ദി സ്വാമിജി. നമ്മള് ഇതോടുകൂടി ഉപസംഹരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ പ്രഭാഷണം. അപ്പൊ ഇത്രയും നേരം ഞങ്ങളോട് ചെലവഴിക്കുകയും ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരങ്ങൾ നൽകുകയും ചെയ്ത സ്വാമിജിയെ നമുക്ക് പരിചയപ്പെടുത്തുന്ന രാധ ചേച്ചി, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം, നന്ദി. വീണ്ടും നമുക്ക് കാണാം സ്വാമിജി, ഞങ്ങൾ വിളിക്കാം. ഇനി ഇതേപോലുള്ള ഉപദേശങ്ങൾ ഇനിയും തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഭഗവാന്റെ പേര് നിർത്താം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം തത്സത്.